കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവമക്കളെ, ഞാൻ കത്തോലിക്ക വിശ്വാസത്തിൽ ആയിരുന്ന ഒരു വ്യക്തിയാണ്. കത്തോലിക്കയിൽ അന്ധമായിട്ട് വിശ്വസിക്കുകയും അതിൽ ജനിച്ചു വളർത്തപ്പെട്ട് എൻ്റെ പഠനവും വിവാഹവും എല്ലാം കത്തോലിക്കയിലാണ് നടന്നത്. കത്തോലിക്ക അല്ലാതെ വേറൊരു സഭയില്ല, എല്ലാം കത്തോലിക്കയിൽ തന്നെ. ഈവൻ നേഴ്സിംഗ് എല്ലാം കത്തോലിക്ക സ്ഥാപനത്തിൽ തന്നെ പഠിക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്ത ഒരു വ്യക്തിയാണ്. എല്ലാ പ്രാർത്ഥനയ്ക്കും മുന്നിൽ നിൽക്കുകയും നൊവേന, കൊന്ത, എല്ലാ പുണ്യസ്ഥലങ്ങളും കേരളത്തിലെ ഞാൻ പോയിട്ടുണ്ട്. ആരെങ്കിലും മാതാവിനെയോ പുണ്യവാളന്മാരെയോ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കഷ്ടകാലമാണെന്ന് അത്രയും ഞാൻ അവരെ തിരിച്ചു പറയുമായിരുന്നു. എന്നാൽ ദൈവം, നമ്മൾ വചനത്തിൽ വായിക്കുന്ന പോലെ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അറിഞ്ഞ ഒരു കർത്താവ്, പേര് വിളിച്ച ഒരു കർത്താവ്, എന്നെ തക്ക സമയത്ത് എൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്നെ വിളിച്ച് വേർതിരിപ്പാൻ, എൻ്റെ കർത്താവിനെ കണ്ടെത്തുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അത് തികച്ചും വ്യത്യസ്തമായ ഒരവസ്ഥയിലായിരുന്നു. ഹല്ലേലൂയ. ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചത് എൻ്റെ ഒരു ചേച്ചിയുടെ നാത്തൂൻ നിമിത്തം. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം അവരുടെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട്, 4 വയസ്സുള്ള ഒരു കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അങ്ങനെ ആ കുഞ്ഞിനെ RCC കൊണ്ടുപോകാൻ അവരുടെ കൂടെ പോകേണ്ടതായിട്ട് വന്നു. ഞാൻ ആ സമയം യൂദാസ്ലീഹയുടെ പള്ളിയിൽ നൊവേന ചൊല്ലിപ്പോകുന്ന സമയമായിരുന്നു. അത് ബ്രേക്ക് ചെയ്ത് അവരുടെ കൂടെ പോകേണ്ടി വന്നു. ഒത്തിരി ഞാൻ പോകാൻ കഴിയാതെ ഒഴിയാൻ നോക്കി, പക്ഷേ എനിക്ക് പോകേണ്ടതായിട്ട് വന്നു. ഒത്തിരി അതും ഇതുമൊക്കെ പറഞ്ഞ് അവരുടെ കൂടെ പോയി. ഈ ബസ്സിൽ കയറിയപ്പോൾ മുതൽ ഫാസ്റ്റിനാണ്. ഞാൻ കോന്നിയിലാണ്, കോന്നിയിൽ നിന്ന് തിരുവനന്തപുരം പോകുന്നത്. ഈ പുള്ളിക്കാരി ഒരു ശക്കലം കിളി അലയ്ക്കുന്ന സൗണ്ടാണ് പുള്ളിയുടെ. അന്നേരം മുതൽ ഈ വണ്ടി ഇരുന്ന് അലയ്ക്കാൻ തുടങ്ങി. അവർ മർത്തോമയ എന്നോട് പറഞ്ഞു, അവർ മർത്തോമ യാക്കോബയും കത്തോലിക്ക എല്ലാം കൂടെ ചേരുന്ന ഒരു പ്രെയർ മീറ്റിങ്ങിന് പോകുന്നുണ്ട്, അവിടെ ദേവദാസന്മാർ വരുന്നുണ്ട്, അപ്പം മക്കളെ നീ പ്രാർത്ഥനയ്ക്ക് വരണം, അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞു. അപ്പം അന്ന് ഞാൻ പിന്നെ എല്ലാ ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങളിലും മോടികളുടെ സൗന്ദര്യത്തിലേക്ക് 3 ചെവിക്കുത്ത്, 2 പൊട്ട്, കല്യാണം കഴിച്ചെന്നുള്ള കുറിയെ, ഒരു 12 മോതിരമേലും എൻ്റെ കയ്യെ കാണും. ഓരോ വിരളയിലും ചില വിരളെ 2 മോതിരം, സ്വർണ്ണം, ഇഞ്ചി, സ്വർണ്ണ കൊലുസ്, എല്ലാ മുടിയും ഫ്രണ്ടിലെല്ലാം മുറിച്ചിട്ട് ഏതെല്ലാം മോഡലിൽ ചെയ്യാവോ അങ്ങനെ എല്ലാം ഈ ലോകത്തിൻ്റേത് ആഡംബരം. കാരണം വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അങ്ങനെ നടന്ന ഒരു വ്യക്തിയാണ്. കൊന്ത ചൊല്ലുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. വേദപുസ്തകം എടുക്കത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഷോക്കേസിൽ ഇരിക്കുന്ന കൊന്ത ചൊല്ലുന്നുണ്ട്. എല്ലാ ദിവസവും എഴുതി വെച്ച പ്രാർത്ഥന ഞാൻ ചൊല്ലുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഈ പുള്ളിക്കാരി പ്രയറിൻ്റെ കാര്യം എന്നോട് പറഞ്ഞു. ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഒരു ചൊവ്വാഴ്ച ഒരു അമ്മച്ചിയുടെ വീട്ടിലാണ് പ്രാർത്ഥന നടക്കുന്നത്, വരണേ മക്കളെ എന്ന് പറഞ്ഞു. വരാമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ചേച്ചിയുടെ നാത്തൂൻ്റെ അവിടെ ചൊവ്വാഴ്ച രാവിലെ പോയി. അപ്പം ഞാൻ പൊട്ട് വെക്കുന്ന സമയമായി. എന്നോട് പറഞ്ഞു, മക്കളെ ആ പൊട്ടെടുത്ത് കുറച്ച് നേരമെങ്കിലും കയ്യിലോട്ടൊന്ന് വെക്ക്. അവിടെ ചെന്നിരിക്കുമ്പോൾ നീ ഒരു സമർപ്പണ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. കർത്താവേ, രക്തത്താൽ എന്നെ കഴുകണമേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ, എന്നോട് സംസാരിക്കണമേ എന്ന് കർത്താവിനോട് പറയണമെന്ന് പറഞ്ഞു. സമർപ്പണ പ്രാർത്ഥന. ഞാൻ പറഞ്ഞു അങ്ങനെ പറയാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. അവിടെ പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ അവിടെ ആരാധന നടന്നുകൊണ്ടിരുന്ന സമയമായി. എല്ലാ കത്തോലിക്കരും മർത്തോമയും യാക്കോയും ഒരു അമ്മച്ചിയാണ് ലീഡ് ചെയ്യുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിച്ച് ആരാധന അങ്ങോട്ട് കഴിഞ്ഞപ്പം ഈ അമ്മച്ചി നേരെ എൻ്റെ നേരെ വന്നു. എൻ്റെ തലയിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞു, ജീവനുള്ള എന്നെ പിൻനിർത്തി ജീവനില്ലാത്ത ദൈവത്തിൻ്റെ പുറകെ ഓടുന്ന വ്യക്തി ജീവിതമേ, നീ സേവിക്കുന്ന ദൈവത്തിന് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുകൊണ്ട് മണക്കുന്നില്ല, ഹൃദയം കൊണ്ട് നിരൂപിക്കുന്നില്ല, കൈകൾ കൊണ്ട് സ്പർശിക്കുന്നുമില്ല, അവയെ ഉണ്ടാക്കിയവരും അവയെ നമിക്കുന്നവരും അവയെ പോലെയാകുന്നു. ഇന്ന് നീ അവയെ വിട്ട് നീ എന്നെ അനുഗമിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ ദൈവം ചെയ്യുവാനിരിക്കുന്ന വാഗ്ദത്തങ്ങളെക്കുറിച്ച് പറയുവാനായിട്ടിടയായി. എനിക്കെല്ലാം ഒന്നും മനസ്സിലായില്ല. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യങ്ങൾ കേൾക്കുന്നത്. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കൊള്ളിയാൻ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന പോലെ എൻ്റെ ശരീരത്തിൽ കൂടി അടിച്ചിട്ട് എൻ്റെ ഹൃദയത്തിൽ ഒരാൾ ചിന്തിപ്പിക്കുക, ശരിയല്ലേ ഈ പറയുന്നത്? ഞാൻ സേവിക്കുന്ന ദൈവത്തിന്, ഞാൻ യൂദാസ്ലീഹ ഇവിടെ നോട്ടുമാല നേർന്നിട്ട് വന്നിരിക്കുന്ന ആളാ. കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുകൊണ്ട് മണക്കുന്നില്ല, ഹൃദയം കൊണ്ട് നിരൂപിക്കുന്നില്ല. അതെൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ എനിക്കൊന്നും പറയാൻ അറിയത്തില്ല. ഞാൻ അത് കഴിഞ്ഞ് ദൈവസ്ഥനിൽ സമർപ്പിച്ചു. അങ്ങനെ ഉള്ളിൽ ഇനിയില്ല, ഈ ജീവനില്ലാത്ത ദൈവത്തിന് പുറകെ ഞാൻ പോത്തില്ല കർത്താവേ, ഇനിയും ജീവിക്കുന്നു എങ്കിൽ അത് നിനക്കായി മാത്രം കർത്താവേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ രഹസ്യമായിട്ട് സമർപ്പിക്കാനായിട്ടിടയായി. അങ്ങനെ പറഞ്ഞ് ഞാൻ വീട്ടിൽ പോന്നു.
എന്നെ ആരോ പ്രേരിപ്പിക്കുന്ന പോലെ തോന്നി ബൈബിൾ വാങ്ങിക്കാനായിട്ട്. കാരണം കത്തോലിക്ക POCയുടെ ബൈബിളാ വീട്ടിൽ ഇരിക്കുന്ന. നമ്മുടെ ഒരു ബൈബിൾ വാങ്ങിച്ചു. അങ്ങനെ പതുക്കെ വായിക്കാൻ തുടങ്ങി. വായിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല, എന്നാൽ വായിച്ചു. പരിശുദ്ധാത്മാവ് അതിനെ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാനായിട്ടിടയായി. ഞാൻ അടുത്ത ചൊവ്വാഴ്ച മുതൽ ഈ അമ്മച്ചിയുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. പലപ്പോഴും പെന്തക്കോസ് പാസ്റ്റേഴ്സ് അവിടെ കടന്നു വരും. ഹല്ലേലൂയ. അവർ കാണുമ്പോഴേ ഉടനെ എന്നോട് പറയും, മുടി അങ്ങ് മാറ്റണം, മുടി അങ്ങ് വളർത്തണം, ഈ ചെവിക്കുത്തങ്ങ് മാറ്റണം, ഈ മാല അങ്ങ് ഊരണം, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങി. പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു അസ്വസ്ഥതയായി. ഞാൻ ഒരു ദിവസം ഒരു പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്റേ, ഈ പാസ്റ്ററിനോട് സംസാരിക്കുന്ന ദൈവാത്മാവ് എന്നോടും സംസാരിക്കും. ഞാൻ ഇഷ്ടമില്ലാതെ പാസ്റ്റർ പറഞ്ഞത് നിമിത്തം എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെയും എനിക്ക് അതിനോട് ആഗ്രഹം കിടക്കും. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കട്ടെ, ആ വചനം ഞാൻ അന്നേരം ഞാൻ അനുസരിച്ചോളാം എന്നോട് സംസാരിക്കുമ്പോൾ. അങ്ങനെയൊക്കെ എതിർവാക്കൊക്കെ പറയാനായിട്ട് ഇടയായി. എന്നാൽ അങ്ങനെ കടന്നുപോയി. 2-3 മാസം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ലൈക്ക് സ്വപ്നങ്ങൾ തരാനായിട്ട്, ദർശനങ്ങൾ തരാനായിട്ട് തുടങ്ങി. എന്നോട് സ്നാനത്തെക്കുറിച്ച് കാണിക്കുവാനായിട്ട് ഇടയായി. ഞാനും ഒരു 7 പേരും കൂടെ ഒരു സ്നാനക്കുളത്തിൽ വട്ടം അടച്ചു കെട്ടിയ ഒരു സ്നാനക്കുളത്തിൻ്റെ സൈഡിൽ നിൽക്കുന്നു. സ്നാനപ്പെടാനായിട്ട് ഇറങ്ങുന്നു. വെള്ളസാരി ഉടുത്ത് നിൽക്കുന്നു. ഞാൻ ഈ പ്രാർത്ഥന നടത്തുന്ന അമ്മച്ചിയോടും അപ്പച്ചനോടും പറഞ്ഞു, അവർ അതുവരെ സ്നാനപ്പെട്ടവരല്ല, അവർ ഓർത്തഡോക്സ് സഭയിൽ നിൽക്കുന്നവരാ. ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സംഭവം കണ്ടു. എന്നോട് പറഞ്ഞു, അമ്മച്ചി പറഞ്ഞു, മോളെ അങ്ങനെ നീ പറയരുത്, അങ്ങനെ ഒരിക്കലും പറയില്ല, നമ്മളെ സഭയിൽ നിന്ന് മുടക്കും, നമുക്കൊരു സഭ ആവശ്യമോ, എന്തൊക്കെ സഭയിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. വീണ്ടും ഞാൻ വീട്ടിൽ വരും, പ്രാർത്ഥിക്കും, അന്ന് കിടക്കുമ്പോൾ ദൈവാത്മാവ് വീണ്ടും കാണിക്കും. ഇങ്ങനെ പല പ്രാവശ്യമായി, ഒരു 5-6 പ്രാവശ്യമായപ്പോൾ ഞാൻ അമ്മച്ചിയോടും അപ്പച്ചനോടും പറഞ്ഞു, ഇല്ല, നിങ്ങൾ വന്നില്ലെങ്കിലും ഞാൻ പോവും, ഞാൻ പോയി സ്നാനപ്പെടും, കർത്താവ് എന്നെ കാണിച്ചത്, എനിക്കൊരു സ്വസ്ഥത തരുന്നില്ല, ഞാൻ സ്നാനത്തിന് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് എൻ്റെ കണ്ണു തുറന്നു. സ്നാനം കർത്താവിൻ്റെ കൽപ്പനയാണെന്നും യേശുക്രിസ്തുവിൻ്റെ സ്നാന സമയം സ്വർഗം തുറന്ന് അവനിൽ പ്രസാദിച്ചു എന്നുള്ള മഹത്തായ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ യഥാർത്ഥ ശിഷ്യത്തിന് സ്നാനം ആവശ്യമാണെന്ന് എനിക്കൊരു ഉറപ്പ് വചനത്തിൽ കൂടി കർത്താവ് തന്നു. അങ്ങനെ ഞാൻ അമ്മച്ചോടും അപ്പച്ചനോടും പറഞ്ഞു, ഞങ്ങൾ ഇപ്പോൾ മാരാമൺ മർത്തോമായിൽ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ഒരു അമ്പോറ്റി ബ്രദർ എന്ന് പറഞ്ഞ ഒരു സുവിശേഷകനുണ്ട്. ആ പുള്ളി ഇടയ്ക്ക് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വരുമായിരുന്നു. ആ പുള്ളിയുമായിട്ട് വള്ളംകുളമുള്ള ഒരു ജോയ് പാസിനെ പരിചയപ്പെട്ടു ആ അമ്പോറ്റി ബ്രദർ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തലേ ദിവസം സാരിയൊക്കെ കൊണ്ടുവന്ന് കോന്നിയിൽ ഒരു കടയിൽ വെച്ചിട്ട് പിറ്റേ ദിവസം പ്രാർത്ഥനയ്ക്കെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയി. അവിടെ പോയി ഞങ്ങൾ അരമണിക്കൂറത്തെ വാക്ക് കേട്ടു, ലൈക്ക് വചനം കേട്ടു. സ്വർണം അന്നേരം ഒന്ന് ഊരി സ്നാനപ്പെട്ടു, കർത്തൃമേശ എടുത്തു, തിരിച്ച് സ്വർണവും ഇട്ടുകൊണ്ട് ഞങ്ങൾ പോന്നു. അറിയത്തില്ല, കാരണം സ്നാനം എത്രമാത്രം എങ്ങനെ ചെയ്യണമെന്നുള്ളതും അതിൻ്റെ ആ യാഥാർത്ഥികമായ അർത്ഥം തിരിച്ചറിഞ്ഞില്ല. സ്നാനം ആവശ്യമാണ്, ഒന്നും മനസ്സിലാക്കാതെ പറഞ്ഞു. നമ്മൾ എന്തെല്ലാം ഉപേക്ഷിക്കണം, എന്തെല്ലാം അംഗീകരിക്കണം, ആ ഒരു റിയാലിറ്റിയിലേക്ക് ഞാൻ വന്നിട്ടില്ല. എന്നാൽ അങ്ങനെ ഞങ്ങൾ പിന്നെ അങ്ങനൊരു സ്നാനം ആവശ്യമാണെന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്രിയ അമ്മച്ചിയും ഞങ്ങൾ 7 പേര് ഞങ്ങൾ ഒരുമിച്ച് വള്ളംകുളത്തൊരു ജീപ്പ് വിളിച്ചു പോയി. ഞങ്ങൾ സ്നാനപ്പെട്ട് തിരിച്ചു വരുവാനായിട്ടും ദൈവരാജ്യത്തിൻ്റെ പങ്കാളിയായി തീരുവാനും സുവിശേഷത്തിൻ്റെ സാക്ഷിയായി തീരുവാനും കർത്താവ് എന്നെ സഹായിച്ചു. എന്നാൽ ദൈവമക്കളെ, ഞാൻ ചുരുക്കി പെട്ടെന്ന് പറയാം, അന്നു മുതൽ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത കഷ്ടതയിൽ കൂടെ കടന്നു പോകാനായിട്ട് കർത്താവിൻ്റെ രാജ്യനിമിത്തം, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിന്നപ്പോൾ, കർത്താവിൻ്റെ കഷ്ടതയോട് പങ്കാളിയായിരുന്ന സ്നാനം അംഗീകരിച്ചതുകൊണ്ട് കടന്നുപോയ കഷ്ടതയെന്ന് പറഞ്ഞ ചെറുതല്ല. എനിക്കൊന്നും ഈ ഫോൺ ലൈനിൽ പറയാൻ പറ്റുന്ന കഷ്ടതയല്ല, കേട്ടതല്ല. അതുപോലുള്ള ഉപദ്രവങ്ങൾ, ശാരീരികമായത്, മാനസികമായ പീഡനങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ ഒക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഞാൻ ഒരു ക്യാൻസർ രോഗിയായി മാറി. എൻ്റെ യൂട്രസ്, ഓവറി, ട്യൂബ്സ് ഒക്കെയും എനിക്ക് 3 ട്യൂമർ വന്നു. അത് ഞാൻ പത്തനാപുരം സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിലുള്ള ഒരു നൺ സിസ്റ്ററിനെ ആദ്യം കാണിച്ചത്. അവർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി ഞാൻ ക്രിസ്ത്യൻ മെഡിക്കൽ പത്തനംതിട്ടയുള്ള ഡോക്ടർ എലിസബത്ത് പോപ്സൺ മുതലാളിയുടെ മകള് എലിസബത്ത് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അവർ എന്നെ എക്സാം ചെയ്തിട്ട് പറഞ്ഞു, ഒരു ലൈക്ക് എല്ലാം ഇൻഫെക്റ്റഡ് ആയിട്ടിരിക്കുക,
ഗ്രീനിഷ് ഡിസ്ചാർജ് ആ യൂട്രസിൽ നിന്ന് വരുന്നത്. ലൈക്ക് ഓൾ ഓർഗൻസ് ഇൻഫെക്റ്റഡ് ആയെന്നാണെന്ന് തോന്നുന്നു. നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് പറയാം. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങളത് ക്ലോസ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോയിൻമെൻ്റ് എടുത്തോളാൻ പറഞ്ഞിട്ട് അവരെനിക്ക് 3 ഇഞ്ചക്ഷനും IV ഇഞ്ചക്ഷനും ടാബ്ലറ്റും പെയിൻ മെഡിക്കേഷനും എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അന്ന് ആ സമയത്ത് സെഞ്ച്വറി ഹോസ്പിറ്റൽ ഓണാണ്. സെഞ്ച്വറി ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്തു. ആ സമയമൊക്കെയും എനിക്ക് ഒത്തിരി പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല. ആ സമയം ഞാൻ പള്ളിയിൽ, കത്തോലിക്ക പള്ളിയിൽ പോകാതായി. കത്തോലിക്കയിലെ ഇച്ചിരി നീളമുള്ള ആൾ ഞാനാ, ഏറ്റവും ബാക്കിലാണ് നിൽക്കുന്നത്. എനിക്ക് ബന്ധമുള്ള അച്ഛൻ അവിടെ കുർബാന നടത്തുന്നേ. അപ്പം എന്നെ കാണാതാവുമ്പം കപ്പിയാർ അച്ഛനൊക്കെ വീട്ടിൽ വരും. ഇടയ്ക്ക് വീട്ടിൽ പ്രാർത്ഥന നടത്താൻ തുടങ്ങി, ദേവദാസന്മാർ വരാൻ തുടങ്ങി, പ്രാർത്ഥന നടത്താൻ തുടങ്ങി. വീട്ടിൽ കൈയടിയും പ്രാർത്ഥനയും നടക്കുമ്പം അയലോക്കത്തുള്ള ആരെങ്കിലും അച്ഛനോട് വിളിച്ചു പറയും, അച്ഛൻ കപ്പിയാരെ വിടും, അല്ലെ അച്ഛൻ വരും. ആകെ വിഷയമായി. എന്നിട്ട് അച്ഛൻ എന്നോട് വന്ന് പറഞ്ഞു, മോൻസിന്ന എൻ്റെ പേര്, എന്നോട് പറഞ്ഞു, നിന്നെ ആരോ ബ്രെയിൻ വാഷ് ചെയ്ത്, പെന്തക്കോസുകാർ, ഇത് തെറ്റാ, കുടുംബം കലർക്കാൻ നടക്കുന്നവരാ, വിദ്യാഭ്യാസമില്ലാത്തവരാ അവർ കുടുംബം കലക്കാൻ നടക്കുന്ന, നീ ഇതിനകത്ത് പോകരുത്, തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പം ഈ സിസ്റ്റർ ഒരു സാക്ഷ്യം പറഞ്ഞല്ലോ, പറഞ്ഞപ്പം പറഞ്ഞു സൂര്യപ്രകാശത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ, അന്ന് എൻ്റെ പൊട്ടച്ചിന്തയിൽ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാം, ദൈവം കേൾക്കത്തില്ലെന്നല്ല, എന്നാൽ ഞാൻ അച്ഛനോട് പറയട്ടെ, അച്ഛൻ ഇവിടെ വന്നു, അച്ഛന് ഞാനൊരു കാപ്പി ഇട്ട് തരണം, ഞാൻ ഒരു വിറവ് മാത്രം അടുപ്പി വെച്ചിട്ട് കത്തിക്കുക, ഞാൻ എത്ര നേരം അത് ഊതണം, എത്ര നേരം കൊണ്ട് അത് കത്തിയാ, വെള്ളം തിളച്ച് അച്ഛനൊരു കാപ്പി ഇട്ട്, അച്ഛൻ്റെ സമയം വേസ്റ്റ്, എൻ്റെ സമയവും വേസ്റ്റ്. അതിൽ നിന്നുള്ള ഒരു 7-8 കൊള്ളി ഒന്നിച്ചടുപ്പി വെച്ചു, തീ കത്തിച്ചു, പെട്ടെന്ന് കത്തി ചായയാക്കി. അച്ഛനും പാം എനിക്കും പാം. അന്നൊരു എക്സാമ്പിൾ അന്ന് പറഞ്ഞതാ. അച്ഛനെ പറഞ്ഞു, അതുപോലെയുള്ള ഒന്നിച്ചു കൂടിയിരിക്കും പെട്ടെന്ന് ഒരു ദൈവ സാന്നിധ്യം, ദൈവ പ്രവൃത്തി വെളിപ്പെടും. അത് ഒന്നിച്ചുള്ള കൂട്ടായ്മ ആവശ്യം. എനിക്ക് ഒത്തിരി പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല, വചനം ഒന്നും അറിയത്തില്ല എനിക്ക്. അങ്ങനെ പറഞ്ഞു. അന്നേരം പറഞ്ഞു, കുഞ്ഞമ്മേ എന്നെ ആരാണ്ട് വാഷ് ചെയ്തതാണ്, പെന്തക്കോസുകാർ ബ്രെയിൻ വാഷ് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ പോവാനായിട്ടിടയായി. ദൈവമക്കളെ, ഒരുപാട് വിഷയങ്ങൾ ഈ പിന്നെ ഭവനത്തിൽ നിന്ന്, ഹസ്ബൻഡ് ഭവനം അഞ്ചലിലാണ്, ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായി. എൻ്റെ ഫാദറിലോ അറ്റാക്കായിട്ട് മരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശാരീരിക പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്തക്കോസുകാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് കൊന്നതാന്ന് പറഞ്ഞ് ശാരീരിക ഉപദ്രവം തുടങ്ങി. അത് കഴിഞ്ഞ് എൻ്റെ സിസ്റ്ററിലോയ്ക്ക് ക്യാൻസർ വന്നു. അത് കഴിഞ്ഞ് ആ ഒരു കാര്യമായപ്പോഴത്തേക്ക് അതും പ്രാർത്ഥിച്ചു ഒന്നാന്ന് പറഞ്ഞ് ഉപദ്രവം തുടങ്ങി. സകലരും എനിക്കെതിരെ തിരിഞ്ഞു. എൻ്റെ ഈ ക്യാൻസർ വന്നത്, ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് പറഞ്ഞു തീർക്കട്ടെ, പത്തനംതിട്ട ചെന്ന് കാണിച്ചു, ഇങ്ങനെ സർജറി വേണമെന്ന് പറഞ്ഞു. ആ സമയം ഞാൻ പത്തനംതിട്ട ഒരു ചർച്ചിലെ ഇടയ്ക്കിടയ്ക്ക് കർത്തൃമേശ കൊള്ളാനായിട്ട് ഞങ്ങൾ പോകുമായിരുന്നു. പാസ്റ്ററിൻ്റെ പേര് മറന്നുപോയി, സോറി. അവിടെ പോകുമായിരുന്നു. ആ ചർച്ചിൽ ഞങ്ങൾ ഇടയ്ക്ക് പോകുമായിരുന്നു. അന്ന് ഞാൻ ചർച്ചിൽ ചെല്ലാഞ്ഞതുകൊണ്ട് പാസ്റ്ററിൻ്റെ വൈഫും വൈഫും പാസ്റ്ററും വേറൊരു സഹോദരിയും കൂടെ വീട്ടിൽ വന്ന് സൺഡേയിൽ. എന്നിട്ട് പറഞ്ഞു, മോൻസിസ്റ്ററിനെ കണ്ടില്ലല്ലോ എന്താ? ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഇന്ന പോലെ എനിക്ക് വയ്യായിരുന്നു, ഇന്ന പോലെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞു. അന്നേരം എന്നോട് പറഞ്ഞു, മോൻസിസ്റ്ററെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എന്നോട് അനിൽ എന്നാണ് പാസ്റ്ററിൻ്റെ പേര്, എന്നോട് പറഞ്ഞു, ദൈവാത്മാവ് എന്നെ ഒരു വിഷൻ കാണിക്കുന്നു, ഒരു കയ്യിൽ കോട്ടനുമായിട്ട് ഉദരത്തിലേക്ക് ആ കൈ പോകുന്നു, സിസ്റ്റർ ഉദരത്തിലേക്ക് ആ കൈ കടന്നു പോകുന്നു, എന്നിട്ട് അവിടുത്തെ മാലിന്യങ്ങളെല്ലാം വൈപ്പ് ഔട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നു. എന്നാലും ലോകപ്രകാരമായി മാനുഷികമായിട്ട് നിനക്ക് സംശയങ്ങൾ കാണാം. നാളെ തിങ്കളാഴ്ചയാണ്, നാളെ നീ ഡോക്ടറിനെ പോയി കാണണം. അപ്പോൾ ഡോക്ടർ ഈ സർജറിയും ക്യാൻസൽ ചെയ്യും. ഞാനപ്പോൾ സർജറിക്ക് അപ്പോയിൻമെൻറ്റ് സെഞ്ച്വറിയിലേക്ക് ആ ബുധനാഴ്ചത്തേക്ക് എടുത്തായിരുന്നു. പൈസ എല്ലാം അന്ന് 30,000 രൂപയും എല്ലാം റെഡിയാക്കി, എല്ലാം പാക്ക് ചെയ്ത് വെച്ച് സർജറിക്ക് വേണ്ടി. എന്നിട്ട് പറഞ്ഞു, നീ സർജറിക്ക് വേണ്ടി റെഡിയായിരിക്കുക, സർജറിയും ക്യാൻസലും, നിന്നെ ഒരു മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റിൽ നിന്നെ തിരിച്ചു വിടുമെന്ന് പറഞ്ഞു. എന്നാലും എന്നിട്ട് പറഞ്ഞു, ഇന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് നിനക്ക് വചനം തരും, നിന്നെ ബലപ്പെടുത്തും എന്ന് പറഞ്ഞു. നാളെ നീ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പറഞ്ഞതനുസരിച്ച് രാത്രികാലം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, എന്നാൽ അറിയാവുന്ന പോലെ പ്രാർത്ഥിച്ചു. കർത്താവേ, ഒരു വണ്ടിക്ക് കേടുപാട് വന്നാൽ അതിൻ്റെ ഡീലറിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ ആ ഡീലറിന് അത് മനസ്സിലാക്കാമേ അതിൻ്റെ കേടുപാട് എന്താണെന്ന്. അത് പുതുതാക്കി മാറ്റിവെക്കുവാൻ, കേടുപാടായതിനെ മാറ്റിവെക്കുവാൻ ആ ഡീലറിന് അറിയാൻ പെട്ടെന്ന്. അതുപോലെ കർത്താവേ, എന്നെ നിർമ്മിച്ചവൻ, എന്നെ സൃഷ്ടിച്ചവൻ സ്വർഗമാ പിതാവേ, സ്വർഗത്തിനറിയാം എൻ്റെ കേടുപാടുകളെ മാറ്റുവാൻ, എനിക്കൊരു പുതിയ അവയവം തരുവാൻ, എനിക്ക് പുതിയ യൂട്രസ് തരുവാൻ, ഓവർ
മാറി തരുവാൻ സ്വർഗത്തിന് കഴിയുമപ്പാ. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, അങ്ങനെ നീ ചെയ്താൽ അപ്പാ ഞാൻ എവിടെയൊക്കെ എന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞു, കർത്താവേ, ഈ ലോക ഡോക്ടർമാരുടെ കത്തി വെക്കുവാൻ സ്വർഗമേ നീ അനുവദിക്കല്ലേ. സ്വർഗത്തിന്റെ കത്തി വെച്ചെന്നെ കരം വെച്ചെന്നെ സൗഖ്യമാക്കണമേ പിതാവേ എന്ന് പ്രാർത്ഥിച്ചു. ആ രാത്രികാലം അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ കർത്താവേ നീ സൗഖ്യമാക്കുന്നുവെങ്കിൽ ഞാൻ എവിടൊക്കെ കടന്നു പോകുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നുവോ അവിടൊക്കെ ദൈവനാമ മഹത്വത്തിനായിട്ട് ഇത് പ്രസ്താവിക്കാമെന്ന് ദൈവസനിൽ ഉടമ്പടി ചെയ്യുവാനായിട്ട് ഇടയായി. ദൈവമക്കളെ, പിറ്റേ ദിവസം ആമേൻ ആ ദേവദാസൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ ഞാൻ കടന്നുപോയി. അവിടെ പോയി ഒരു സ്കാൻ ചെയ്തിട്ട് ഞാൻ ഈ ഡോക്ടർ എലിസബത്തിൻ്റെ അടുത്ത് പോയി. ഒരു 3 ദിവസം മുമ്പ് അവർക്ക് എക്സാം ചെയ്യുവാൻ കഴിയത്തില്ലായിരുന്നു. അവരെന്തെന്ന് പകച്ചു നിന്നിടത്ത് ഇവർ ഇന്ന് എക്സാം ചെയ്തിട്ട് അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഒന്നിങ്ങനെ അന്തിച്ച് നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം, ഇന്നലെ രാത്രി എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കി. ആ സാക്ഷ്യം അവരോട് ആദ്യം പറയുവാനായിട്ടിടയായി. ആ ട്യൂമർ അവിടെ കാണുന്നില്ല, ആ ലൈക്ക് ഇൻഫെക്ഷൻ, എല്ലാം ഇൻഫെക്ഷനായെന്ന് പറയുന്നത് ഒന്നും അവിടെ കാണുവാനായിട്ടില്ല, ബ്ലിസ്റ്റർ ഫോർമേഷൻ എന്ന് പറഞ്ഞത് ഒന്നും കാണുവാനായിട്ടില്ല. അവര് സ്കാൻ നോക്കിയപ്പോൾ പുതിയ യൂട്രസ്, പുതിയ ഓവറി. ദൈവമക്കളെ, ഇന്ന് അത് കഴിഞ്ഞിട്ട് 21 വർഷമായി ഇന്ന് വരെ അത് സംബന്ധിച്ച് ഒരു ഡോക്ടറിനെ കാണുവാനായിട്ട് എനിക്കിടയായിട്ടില്ല. ദൈവമക്കളെ, ഞാൻ പറയുന്നത്, നമ്മുടെ കർത്താവ് നമുക്ക് സൗഖ്യം തന്നാൽ അത് 50ഓ 75ഓ 100% അല്ല, അത് 50ഓ 75ഓ ശതമാനമല്ല, അത് 100%. അത് ഹല്ലേലൂയ, അത് മൊത്തമായത് സൗഖ്യം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണ വിടുതല, പൂർണ്ണ സൗഖ്യ, ഭാഗികമായ സൗഖ്യമല്ല. അതാ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. ശക്തമായി ദൈവത്തിൽ വിശ്വസിച്ചു ദൈവം സൗഖ്യമാക്കുന്നു. അങ്ങനെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം ഇടയായി. വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുടുംബജീവിതത്തിലെ കഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കഷ്ടങ്ങളല്ല, അനേക കഷ്ടങ്ങളിൽ കൂടി നമ്മൾ വചനത്തിൽ പറയുന്നുണ്ട്, ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പൊതുവേദിയിൽ ഈ പറയാൻ പറ്റാത്ത പോലെ അനേക കഷ്ടങ്ങൾ കൂടി ഞാൻ കടന്നുപോയി. ഹല്ലേലൂയ. എന്നാലും അപ്പോഴും എൻ്റെ ദൈവം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു, എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതകൾ നിന്നെ താങ്ങുമെന്ന്. ഹല്ലേലൂയ. ദൈവശബ്ദം കേൾപ്പാനായിട്ട് ആമീൻ ദൈവം ഇറങ്ങി വന്ന് ആമീൻ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്തിനെതിരെ കടന്നു വന്ന അഗ്നിശോധനകൾ ഹല്ലേലൂയ ചെറുതല്ല ദൈവമക്കളെ. ദൈവം അവിടെയൊക്കെ എന്നെ നിലനിർത്തി. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ദുബൈയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നെ അവിടുന്ന് ജോലി കളയിപ്പിച്ച് നാട്ടിൽ വരുത്തിച്ചു. അവിടുന്ന് ഒരുപാട് നാട്ടിൽ അപവാദത്തിൻ്റെ പിശാച് അങ്ങനെ നടന്നു. അത് കഴിഞ്ഞിട്ട് അമേരിക്കയിൽ വരുന്നില്ലെന്ന് പറഞ്ഞു. അത് അതിൽ വലിയ പ്രശ്നങ്ങളായി. എന്നാൽ ഒരു ദൈവദാസിൽ കൂടി ഉപവാസം ഇരുന്നപ്പോൾ ഹല്ലേലൂയ, അവൻ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ലാത്ത തിരുവനന്തപുരത്തുള്ള ഒരു ദേവദാസൻ പറഞ്ഞു, ആമേൻ, നീ ഇപ്പോൾ പോകുന്നില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു യാത്രയുണ്ട്, നീ പോയേ മതിയാകും. അത് ഇനി ആര് ദൈവദാസന്മാർ നിന്റെ തലയിൽ കൈവച്ച് ഏത് അഭിഷിക്തന്മാര് പ്രാർത്ഥിച്ചാലും അത് മാറില്ല, നീ പോയേ പറ്റുള്ളൂ, നീ ചിലതിൽ കൂടി കടന്നു പോയേ മതിയുള്ളൂ, ഞാൻ നിന്നെ അവിടെ അയക്കും. അവിടെ നിന്ന് ഒരു 6 മാസത്തിനകം 6 മാസം നീ കടന്നു ചെല്ലുന്നത് നിന്നെ ഒരു കിളിയെ കൂട്ടിലടയ്ക്കുന്ന പോലെ കൂട്ടിൽ നീ അകപ്പെടും. ആമീൻ. എന്നാൽ 6 മാസം കഴിയുമ്പോൾ ഒരു കൂട് പൊളിച്ച് ഒരു കിളി പുറത്തു പോകുന്ന പോലെ നിന്നെ വേറൊരു ദേശത്ത് നടുമെന്ന് ദൈവാത്മാർ. നീ അവിടെ ആയിരിക്കുമ്പോൾ നിനക്ക് സാമ്പത്തികമായ നന്മകൾ ഒന്നും കൈവരിക്കാൻ പറ്റത്തില്ല. ഒരു കൊക്ക് വല്ലപ്പോഴും ഹല്ലേലൂയ മുങ്ങിയും താണും ആഹാരം കിട്ടുന്നത് പോലെ ഞാൻ കാണുന്നു. ഹല്ലേലൂയ എന്ന് ഇച്ചിരൂടെ വിശദമായി പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ പോയേ മതിയാകൂ. അങ്ങനെ സമ്മതിച്ച് രാജ്യത്ത് വന്നതേ എനിക്ക് ഹല്ലേലൂയ ആമീൻ ബോഡി വാഷ് സോപ്പ് തന്നാണ് എന്നെ കയറ്റിയത്. ഹല്ലേലൂയ. നാറുന്നു പെന്തക്കോസ്തിന്റെ നാറ്റം എന്ന് പറഞ്ഞ എന്നെ ആമീൻ ഇവിടെ അംഗീകരിച്ചത് എൻ്റെ സിസ്റ്ററിലോ. ഹല്ലേലൂയ. എന്നെ വിളിക്കുന്നത് ഹല്ലേലൂയ പന്നപ്പെലയിന്ന എന്നെ വിളിക്കുന്നത്. കാരണം കാണാൻ സൗന്ദര്യമില്ല, സ്വർണമില്ല, അതുകൊണ്ട് പെലയുമല്ല, ഇച്ചിരി ഡിഗ്രി കൂടിയ പന്നപ്പെലയിന്ന എന്നെ വിളിച്ചോണ്ടിരുന്നത്. അങ്ങനെ എന്നെ ഒരു രീതിയിൽ മുന്നോട്ട് വിടാൻ, എന്നെ എക്സാം 6 എക്സാം എഴുതാൻ ഒരു കാര്യങ്ങൾ പേപ്പർ വർക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല. ആമീൻ. എന്നെ പുറത്തിറക്കത്തില്ല, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം, എന്നെ പുറത്തിറക്കത്തില്ല, ഡ്രൈവിംഗ് പഠിക്കാൻ, ഗ്രോസറി വാങ്ങിക്കാൻ മാത്രം എന്നെ കാർട്ട് പിടിക്കാൻ പുറത്ത് കൊണ്ടുവരുമായിരുന്നു. ആമീൻ. എനിക്കറിയത്തില്ല ഇവിടെ നിർത്തണം, എത്രമാത്രം പാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാൽ ഞാൻ പെട്ടെന്ന് പറയാം, ദൈവമക്കളെ,
ഡ്രൈവിംഗ് ലൈസൻസ് പോലും എന്നെ എടുക്കാൻ, ഞാൻ ദുബൈയിൽ വണ്ടി ഓടിക്കുമായിരുന്നു. ബട്ട് ഇവിടുത്തെ ഡ്രൈവിങ്ങും അവിടുത്തെ ഡ്രൈവിങ്ങും വ്യത്യാസമുണ്ട്. എനിക്ക് അവിടെ അതിന് പോലും എന്നെ എടുത്തില്ല. എൻ്റെ ഹസ്ബൻഡിനെയും എന്നെയും കൂടെ ഒരു ഓതറൈസ്ഡ് പേഴ്സൺ സ്കൂളിലെ ഒരു സാറിനെയാ വിളിച്ച് ഡ്രൈവിംഗ് പഠിപ്പിച്ചു വന്ന്. 1 മണിക്കൂർ $35 ആമെന്ന്. ഞാൻ 2005 കാര്യമാണ് പറയുന്നത്. $35 വെച്ച് ഞങ്ങളെ 1 മണിക്കൂർ ഡ്രൈവിംഗ് പഠിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ ഡ്രൈവ് ചെയ്തു. തിരിച്ച് 1 മണിക്കൂർ എന്നെയും കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഹൈവേയിൽ ഡ്രൈവ് ചെയ്ത് പിറ്റേ ദിവസം ഞങ്ങൾക്ക് റിയൽ ടെസ്റ്റ് നടക്കുക. അന്ന് രാവിലെ രാത്രി കാലം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ അപ്പൻ തോറ്റ അപ്പനല്ല, എൻ്റെ അപ്പൻ ജയിച്ച അപ്പനാ. കർത്താവേ, ജയം എൻ്റെ അപ്പനുള്ളതാ, എന്നെ തോൽപ്പിക്കല്ലേ അപ്പാ. എനിക്ക് ബാക്കി ഒന്നും റൂൾസ് ആൻഡ് റെഗുലേഷൻ അറിയത്തില്ല. ഈ 1 മണിക്കൂറത്തെ ഡ്രൈവിങ്ങിൻ്റെ പരിചയമുള്ള ഈ രാജ്യത്ത് ദൈവം എനിക്ക് ജയം തരണമെന്ന് രാവിലെ ആ മനുഷ്യൻ ഞങ്ങളെ, ഒരു വെള്ളക്കാരനാ, ഞങ്ങളെ ഡ്രൈവിങ്ങിന് കൊണ്ടുപോകാനായിട്ട് വന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അല്ല, എൻ്റെ സിസ്റ്റർ ലോയോട് സിസ്റ്റർ ലോ ഡ്രൈവ് ഇൻസ്ട്രക്ടറിനോട് പറഞ്ഞു, എനിക്ക് ഇവളെ കുറിച്ച് എന്തുവാന്ന് അറിയത്തില്ല, പക്ഷെ എൻ്റെ ബ്രദറിന് ഡ്രൈവ് ചെയ്യാൻ അറിയാം. ഐ നോ ഹി ക്യാൻ മേക്ക് ഇറ്റ്, ഐ ഡോണ്ട് നോ അബൌട്ട് ഹെർ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് ഉള്ളി പറഞ്ഞു, കർത്താവേ, ഈ പുള്ളിക്കാരിക്ക് എന്നെ അറിയത്തില്ല, പക്ഷേ എൻ്റെ അപ്പൻ എന്നെ അറിയാം. ജയം എനിക്കുള്ള, ഞാൻ തോറ്റവൻ്റെ മകളല്ല, ഞാൻ ജയിച്ചവൻ്റെ മകളാ. ദൈവമക്കളെ, അത്ഭുതം എന്ന് പറയട്ടെ, ഡ്രൈവിങ്ങിന് കൊണ്ടുപോയി. ആമേൻ. ഹസ്ബൻഡിനോട്, എബ്രഹാം നീ വണ്ടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഡ്രൈവിങ്ങിന് കൊണ്ടുപോയി. ഒരിടത്ത് കൊണ്ടുപോയി പാർക്കിംഗ് ലോട്ടിൽ പുള്ളിയും കൊണ്ട് പാരൽ പാർക്കിംഗ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഞാൻ ഓർത്തു, അടുത്തത് എന്നെയും കൊണ്ടാ എടുപ്പിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ വണ്ടിയുടെ ഈ ഡ്രൈവർ ഇരുന്ന സീറ്റിൻ്റെ തൊട്ട് ബാക്കിലാണ് ഇരിക്കുന്നത്. അന്നേരം ഞാൻ ഈ സീറ്റെ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അറിയാതെ എൻ്റെ ശബ്ദം അങ്ങ് പുറത്തുപോയി. ആ മനുഷ്യനോട് ചോദിച്ചു, ആർ യു ടോക്കിംഗ് ടു മീ? ഞാൻ പറഞ്ഞല്ല, ഞാൻ എൻ്റെ ഹെവൻലി ഫാദറിനോടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഗോ ഹെഡ് എന്ന് പുള്ളി പറഞ്ഞു. അങ്ങനെ ഇങ്ങ് വന്നു. ഹസ്ബൻഡിനെയും കൊണ്ട് തന്നെ വണ്ടി എടുപ്പിച്ച് ലൈക്ക് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഓഫീസിൻ്റെ അവിടെ വന്നു കഴിഞ്ഞപ്പം എന്നിട്ട് നിർത്തി. ഞാൻ ഓർത്തു, അവിടെ നിന്ന് പുള്ളി പേപ്പർ എഴുതാൻ തുടങ്ങി. ഏബ്രഹാം സാമുവേൽ പുള്ളിക്കുള്ള പേപ്പർ എഴുതി. അപ്പം ഞാൻ ഓർത്തു, പുള്ളിക്ക് കൊടുത്തു കഴിഞ്ഞ് എനിക്ക് അടുത്തത് എഴുതുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ പുള്ളി എൻ്റെ പേരും എഴുതി. എന്നിട്ട് പറഞ്ഞു, നിനക്കും ഇന്ന് ലൈസൻസ് കിട്ടും, നിനക്കും ലൈസൻസ് തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് പേപ്പർ എഴുതി. ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് ഉടനെ എൻ്റെ സിസ്റ്ററിനോട് വിളിച്ചു പറഞ്ഞു, അമ്മാമേ, അവൾക്ക് ഡ്രൈവ് ചെയ്യാതെ ലൈസൻസിനുള്ള ഓതറൈസേഷൻ ലെറ്റർ കൊടുത്തെന്ന്. അപ്പം എൻ്റെ സിസ്റ്ററിലോ പെട്ടെന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എടാ പൊട്ടനേ, അവൾ അങ്ങാരെ കണ്ണ് കാണിച്ചതായിരിക്കുമെന്ന്. ഇച്ചിരി ബാഡ് ലാംഗ്വേജാണ് പറഞ്ഞത്. എന്നാൽ തന്നെ അല്ല, അങ്ങനെ ഒരു കാര്യം ദൈവം ഡ്രൈവ് ദൈവത്തിനറിയാം ഞാൻ ഡ്രൈവ് ചെയ്താൽ. കാരണം എനിക്ക് എക്സിറ്റ് പറഞ്ഞാലോ പാരൽ പാർക്കിങ്ങോ റിവേഴ്സോ ഒന്നും എനിക്കറിയത്തില്ല. ഈ ഓടിച്ചു കഴിഞ്ഞാൽ തോറ്റു പോകുമെന്ന് എൻ്റെ കർത്താവിനറിയാം. എന്നാൽ തലേദിവസം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവമക്കളെ, ദൈവം എനിക്ക് ആ ഡ്രൈവിംഗ് ലൈസൻസ് തരുവാനായിട്ട്, ഹല്ലേലൂയ, ആമേൻ, ഇടയായി. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നിന്ന് മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, പീഡനങ്ങൾ, ശാരീരിക പീഡനങ്ങൾ, ചെറിയ പീഡനമല്ല, നെഞ്ചിനിടിച്ചത്, തലക്കിടിച്ചത്, തവികളൊക്കെ അടിച്ച് പൊട്ടിച്ചത് ഒന്നും കത്തോലിക്കേന്ന് കൊണ്ടുവന്നല്ലാതെ, നമ്മൾ വചനത്തിൽ വായിക്കുന്ന ശൗലിനെ കൊന്നല്ലാതെ ഞങ്ങൾ ഭക്ഷണം കഴിക്കയില്ലെന്ന് ചിലർ തീരുമാനമെടുത്ത പോലെ എന്നെ കത്തോലിക്കയിൽ മടക്കി കൊണ്ടുവന്നല്ലാതെ അവര് മുന്നോട്ട് പോകത്തില്ല. അവരുടെ അങ്ങനെ ചില ഉടമ്പടി എടുത്തവരുണ്ട് എൻ്റെ സഹോദരങ്ങൾ. ഒരുപാട് വാക്കുകൾ കൊണ്ട് പൊരുതി അതിദാരുണമായ രീതിയിൽ ശാരീരിക പീഡനങ്ങൾ എന്നെ ഏൽപ്പിച്ചു. വർഷങ്ങളോളം അത് നിലനിന്നു. എന്നാൽ അവസാന തുള്ളി രക്തം വരെയും, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി തന്ന എൻ്റെ കർത്താവ്, ഹല്ലേലൂയ, എൻ്റെ അപ്പന് വേണ്ടി, ഹല്ലേലൂയ, സഹിപ്പാൻ, ആമേൻ, ഹല്ലേലൂയ, യുദ്ധം യഹോവയ്ക്കുള്ളതാ എന്ന് മനസ്സിലാക്കി, ഹല്ലേലൂയ, മൗനമായിരുന്ന ദൈവപ്രവൃത്തി കാണുവാൻ ഒരു സമയമൊക്കെ ഞാൻ നന്നായിട്ട് സമർപ്പണം ചെയ്ത ആ സമയമൊക്കെ ദൈവസ്ഥലിൽ നിന്നു. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നിന്ന് മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ, ഹല്ലേലൂയ, കുടുംബ ബന്ധം അവസാനിപ്പാൻ 3 പ്രാവശ്യം ഡിവോഴ്സിന് വേണ്ടി അവർ പേപ്പർ വർക്ക് നടത്തി. എൻ്റെ ഒരു കൊളറാഡോയിലുള്ള ബ്രദർ ലോയാണ് ഇതിനെല്ലാം ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. പുള്ളിക്കാരൻ 3 പ്രാവശ്യം, ഹല്ലേലൂയ, അങ്ങനെ പേപ്പർ വർക്ക് ചെയ്തു. പേപ്പർ വർക്ക് വന്നപ്പോഴും ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ ഞാൻ കത്തോലിക്കയിലായിരുന്നപ്പോഴാണ് വിവാഹം നടത്തിയത്. ഞാൻ പെന്തക്കോസ്തലായിരുന്നെങ്കിൽ എനിക്ക് ആരെങ്കിലും പ്രവാചകന്മാരെ വിളിച്ച് ചോദിക്കായിരുന്നു, ഇത് നല്ല ബന്ധമാണോ എന്ന്. അങ്ങനൊന്നുമല്ല. കത്തോലിക്കയിലായിരുന്നപ്പോൾ വിശുദ്ധന്മാർ കൊണ്ടുവന്ന കല്യാണമായത്. അങ്ങനെ നടത്തിയ
കിട്ടിയതാ ഹല്ലേലൂയ, ഒന്നും നോക്കാതെ ഹല്ലേലൂയ. കർത്താവേ, അങ്ങനെയെങ്കിൽ പിതാവേ, നീ തകർക്കുന്ന ദൈവമല്ല, നീ പണിയുന്ന ദൈവമാ കർത്താവേ എന്ന് പറഞ്ഞ്, നീ തകർക്കല്ലേ അപ്പാ കുടുംബജീവിതം. അങ്ങനെ ദൈവത്തോട് പറഞ്ഞു പേപ്പർ സൈൻ ചെയ്യുവാനായിട്ട് ഇടയായില്ല. അത് 3 പ്രാവശ്യവും ഹല്ലേലൂയ. നാട്ടിൽ നിന്ന് ഞാൻ വന്നപ്പോൾ ഒരു കാര്യം മാത്രം പറയാൻ പോയി. എൻ്റെ കുഞ്ഞിനന്ന് 5 വയസ്സായി. ഇവിടെ കൊണ്ടുവന്നാൽ കല്യാണം ഒഴിയാൻ താമസമെന്ന് വിചാരിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ വിസ അവർ ക്യാൻസൽ ചെയ്തായിരുന്നു, കൊണ്ടുവരാതെ. പിറ്റേ വർഷം ഞാൻ തനിയെ പോയ ആ കുഞ്ഞിനെ കൊണ്ടുവന്നത് ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. 3 പ്രാവശ്യം അവരെന്നെ തണുപ്പത്തന്നെ ഇറക്കി വിട്ടു ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഇവരുടെ ഈസ്റ്ററിനും അമ്മയുടെ മരണത്തിൻ്റെ ഓർമ്മയ്ക്കൊന്നും ഫുഡ് കഴിക്കാത്തതിനോ അവരോട് ചേരാത്തതിനോ ഒക്കെ ഒത്തിരി വിഷയത്തിന്, ക്രിസ്മസിന് അവരുടെ കൂടെ ചേരാത്തതിന് ഒക്കെ എന്നെ തണുപ്പത്ത് സ്നോയ്ക്കകത്ത്, കൊളറാഡോയിലെ സ്നോ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും ഹല്ലേലൂയ. ആ മൈനസിൽ എന്നെ അവരെ പുറത്തിറക്കി വിട്ടു. ഒരു ദിവസം കംപ്ലീറ്റ് ദിവസം എന്നെ എൻ്റെ ഹസ്ബൻഡ് പുറത്തിറക്കി വിട്ടു ഹല്ലേലൂയ. എന്നെ വാക്വം ക്ലീനർ എടുത്ത് അടിക്കാൻ വന്നു. ഒരു തലനാരിട ഞാൻ രക്ഷപ്പെട്ടു. ഡോറ് തുറന്നു കിടക്കുവാണ്ട് ഞാൻ പുറത്ത് ചാടി. അത് സ്വർണ്ണമിട്ട് പെങ്ങളോട് ചെന്ന് ക്ഷമ പറയണമെന്നുള്ള ആണ് എന്നോട് പറഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ എന്നെ ഇറക്കി വിടുമെന്ന്. എന്നാൽ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ട് എന്ന് പറഞ്ഞ കർത്താവ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവ്, ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്ന കർത്താവ് ഹല്ലേലൂയ. അവനിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചു ഹല്ലേലൂയ. വൈകുന്നേരമായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ബ്രദർ ഇടപെട്ട് എന്നെ ഭവനത്തിൽ തിരിച്ചു കൊണ്ടുവന്നു ഹല്ലേലൂയ. എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞടാ, മൃഗങ്ങൾ പോലും തൻ്റെ ഇണയെ തല്ലത്തില്ല ഹല്ലേലൂയ, നീ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്ന, നിനക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവളെ വിട്ടേര്, അവളെ വിടാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊയ്ക്കൊട്ടെ എന്ന് പറഞ്ഞു ഹല്ലേലൂയ. ദൈവമക്കളെ, തിരുവെഴുത്ത് പറയുന്ന പോലെ ക്രിസ്തുയേശുവിലുള്ള സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ, പട്ടിണിയോ, ഉപദ്രവമോ, നഗ്നതയോ, ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ, ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു ശക്തിക്കും ദൈവ സ്നേഹത്തിൽ നമ്മളെ വേർപിരിപ്പാൻ കഴിയുന്നതല്ല. ആമേൻ, ഹല്ലേലൂയ. ഈ ക്രിസ്തീയ ജീവിതം ഞാൻ പറയും ഹല്ലേലൂയ, ഇത് ഈസി അല്ല ഹല്ലേലൂയ. ഇത് കഷ്ടത നിറഞ്ഞതാ ഹല്ലേലൂയ. എന്നാൽ ആമേൻ, അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ നമ്മൾ ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല എന്ന്, ആമേൻ, യഥാർത്ഥമായി ഈ ദൈവസ്നേഹം രുചിച്ചറിഞ്ഞ ഒരാൾക്ക് മാത്രമേ ഒരു കഷ്ടതയോ പ്രതികൂലമോ ഭാരമോ വന്നാൽ ആമേൻ നിലനിൽക്കാൻ ഹല്ലേലൂയ, ആമേൻ, ദൈവത്തോട് ചേർന്ന് ദൈവകൃപ ഹല്ലേലൂയ ചോദിച്ച് ദൈവസനിൽ നിലനിൽപ്പാൻ കഴിയുകയുള്ളൂ ദൈവമക്കളെ. അല്ല നമ്മൾ ആരെങ്കിലും പറഞ്ഞത് കേട്ട് ഈ ദൈവത്തെ അറിയാൻ വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സമ്പത്തോ നന്മയോ അത് കിട്ടും ഇത് കിട്ടുമെന്നുള്ളത് പറഞ്ഞു കേട്ട് വന്നു കഴിഞ്ഞാൽ ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ചോദിക്കും, എന്തിനാ ഞാൻ ഇങ്ങോട്ട് വന്നത്, എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്, ഇത് അനുഭവിക്കാനാണോ എന്ന് ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, നമ്മുടെ അപ്പൻ ആരാന്നുള്ള ഒരു ഉറച്ച വിശ്വാസം, നമ്മൾ ആരെ വിശ്വസിച്ചിരിക്കും, അവൻ നമ്മുടെ ഉപനിധിയാണെന്ന് നമ്മൾ അവൻ സർവശക്തനായ ദൈവമെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് കിട്ടിയാൽ ഹല്ലേലൂയ, നമ്മൾക്കെതിരെ വരുന്ന ഈ അപവാദത്തിൽ നിന്നോ അല്ലെങ്കിൽ കഷ്ടതയിൽ നിന്നോ, ആ സിസ്റ്റർ പറഞ്ഞ പോലെ, എൻ്റെ പൊന്നു സിസ്റ്റേ ഹല്ലേലൂയ, ദൈവം നിങ്ങളെ ഒരുപാട് സിസ്റ്ററിനെ അനുഗ്രഹിക്കട്ടെ ഹല്ലേലൂയ. ഞാനും ഈ കഷ്ടതയിൽ കൂടെ കടന്നുപോയ ദുബൈയിലായിരുന്നപ്പോൾ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, എന്നെ ഹല്ലേലൂയ ആ രാത്രിനെ ഉപദ്രവിക്കാനായിട്ട് കത്തി പില്ലോടെ കീഴിൽ വെച്ചു. എന്നാൽ അന്ന് രാത്രി എന്നെ ഉപദ്രവിക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം സാമച്ചൻ പുനരു എന്ന് പറഞ്ഞ ഒരു പാസ്റ്ററിന്റെ മീറ്റിങ്ങിന് കടന്നുപോയി ദുബൈയിൽ. അന്ന് ആ സാമച്ചൻ പാസ്റ്റർ ഹല്ലേലൂയ ദൈവാത്മാവിൽ ആദ്യമായിട്ട് എന്നെ കാണുന്ന ഒരു വീട്ടിലെ പ്രാർത്ഥനയാ വിളിച്ചു പറഞ്ഞു, സൂസൻ സൂസൻ ജോസ് കഴിഞ്ഞ രാത്രികാലം നിന്നെ കൊല്ലുവാൻ ഹല്ലേലൂയ കത്തി തലയണക്കീഴിൽ വെച്ചതാ, ഞാൻ അതിൽ നിന്ന് പിടിച്ചു മാറ്റിയത്. ആമേൻ, നീ ചെന്ന്, നിനക്ക് സംശയമുണ്ടെങ്കിൽ നീ ചെന്ന് തലയണ പൊക്കി നോക്കാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന് അപ്പാർട്ട്മെന്റിൽ വന്ന് നോക്കിയപ്പോൾ ശരിയാ, കത്തിയിരിപ്പുണ്ട്, എടുത്തു മാറ്റുവാനും മറന്നു. അതിൽ കൂടെ ഒക്കെ കടന്നുപോയതായി എനിക്കറിയാം. സിസ്റ്റർ പറഞ്ഞ ആ വേദന എനിക്ക് നല്ലതായിട്ട് മനസ്സിലായി ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ദൈവമക്കളെ, സഹോദരി, ഞാൻ പറയട്ടെ, ഇയ്യോബ് കഷ്ടതയിൽ കൂടി കടന്നുപോയി ഹല്ലേലൂയ. സ്നേഹിതന്മാർ ഒറ്റപ്പെടുത്തിയല്ലേ, യഹോവയെ ത്യജിച്ചിട്ട് മരിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോഴും ഹല്ലേലൂയ ദൈവത്തോട് പെറുപെറുക്കാതെ ഹല്ലേലൂയ താൻ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചു ഹല്ലേലൂയ. ആമേൻ, ഇയ്യോബ് ഉറച്ച് വിശ്വസിച്ചു, എൻ്റെ കഷ്ടതയിൽ ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചാലും കൈവിട്ടാലും എന്നെ ഉപേക്ഷിക്കാത്ത ഒരു കർത്താവ്, വലം കൈയിൽ പിടിച്ചു നടത്തുന്ന ഒരു ദൈവമുണ്ട് ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ കഷ്ടത നമ്മൾ പിന്നത്തേതിൽ മറക്കും. ഇപ്പോൾ നമ്മൾ ഈ കഷ്ടതയിൽ കടന്നു പോകുമ്പോൾ ഓർക്കും, അയ്യോ എന്തുവാ ഇത്, മറ്റാർക്കും ഇതില്ലല്ലോ. ആമേൻ, ഹല്ലേലൂയ, എനിക്ക് മാത്രം ദൈവത്തെ സ്നേഹിക്കുന്ന, സേവിക്കുന്ന, ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, തൈത്ത് കൊടുക്കുന്ന
നിൽക്കുന്ന, ആരാധിക്കുന്ന, കൈയടിക്കുന്ന, അന്യഭാഷ പറയുന്ന എനിക്കെന്താ ഇതെന്ന്, ഹല്ലേലൂയ. പിന്നത്തേതിൽ ദൈവമക്കളെ, നമ്മൾ ഒരു സമയത്തോർക്ക് ഇത് ഒഴുകിപ്പോയ വെള്ളം പോലെ, ഹല്ലേലൂയ, അതിനെ നമ്മൾ ഓർക്ക് എങ്ങനെ നമ്മൾ ഇങ്ങനെ എത്തി, ഇവിടെ വരെ എത്തിയെന്ന്, ഹല്ലേലൂയ, നമ്മൾ ഓർക്കും. ഹല്ലേലൂയ, നമ്മൾക്ക് വേണ്ടി ഹല്ലേലൂയ നിൽക്കുന്ന, ഒരു കഷ്ടതയിൽ നിൽക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ, നമ്മളെ തള്ളിക്കളയാത്ത ഒരു ദൈവം നമുക്കുണ്ട്. ദൈവമക്കളെ, നമ്മൾ തളർന്നു പോകുവാൻ സമ്മതിക്കാത്ത ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ, നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന സ്ഥാനത്ത്, ഹല്ലേലൂയ, നമ്മുടെ പരാജയങ്ങളെയൊക്കെ വിജയമാക്കുന്ന, ജയമാക്കുന്ന, ഹല്ലേലൂയ, നമ്മളെ വിജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, നമ്മൾ തളർന്നു പോകേണ്ട സ്ഥാനത്ത്, ഹല്ലേലൂയ, നമ്മളെ കരം പിടിച്ചുയർത്തുന്ന ഒരു സർവശക്തനായ ദൈവം, ഹല്ലേലൂയ, ആമീൻ, നമ്മോട് കൂടെയുണ്ട്. ഏത് കണ്ണുകൊണ്ട് നമ്മൾ കഷ്ടത കണ്ടോ ദൈവമക്കളെ, അതേ കണ്ണുകൊണ്ട് തന്നെ, ആമീൻ സഹോദരി, ഞാൻ പറയാം, ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ, അനുഭവത്തിൽ നിന്നാ ഞാൻ പറയുന്നത്. ഹല്ലേലൂയ, ആമീൻ, ഹല്ലേലൂയ. അനേക കഷ്ടതയിൽ കൂടി കടന്നുപോയി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഹല്ലേലൂയ, തിരുവെഴുത്ത് പറയുന്നത് പോലെ, ഹല്ലേലൂയ, കുന്തം മുറിച്ച്, വില്ലൊടിച്ച്, രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്ന സർവശക്തൻ, ഹല്ലേലൂയ, എന്റെ ഹല്ലേലൂയ പ്രിയപ്പെട്ടവനെ, ഹല്ലേലൂയ, ദുബൈയിൽ വെച്ച് സ്നാനത്തിലേക്ക് നയിച്ചു. ഹല്ലേലൂയ, ആമീൻ, ഒരു തികഞ്ഞ ദൈവഭക്തൻ അല്ലെങ്കിലും, ഹല്ലേലൂയ, ദൈവത്തെ ആരാധനയ്ക്ക് കടന്നു വരും, പ്രാർത്ഥിക്കുവാനായിട്ട്, ഹല്ലേലൂയ, ആമീൻ, പ്രാർത്ഥിക്കുവാനായിട്ടും ആരാധനയ്ക്ക് കടന്നു വരുവാനായിട്ടും ഇടയായി. എൻ്റെ കുടുംബത്തിൽ നിന്ന് ചിലതിനെയൊക്കെ ദൈവം എനിക്ക് തന്നു. ഹല്ലേലൂയ, ഭർത്തൃ കുടുംബത്തിൽ നിന്ന് ചിലതിനെ ദൈവം ഭാഗികമായി സന്ദർശിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തം എൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ, ദൈവം ചിലതിനെ തരുമെന്ന്, ഹല്ലേലൂയ, ആമേൻ, ദൈവം അത് ചെയ്യുമെന്ന്, ഹല്ലേലൂയ, ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ദൈവജനമേ, ക്രിസ്തയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം സഹിപ്പാൻ കൂടി വരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഈ ലോകം നമുക്ക് അനുകൂലമല്ല. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങള്, നമ്മുടെ ജീവിത പങ്കാളികൾ നമ്മൾക്ക് അനുകൂലം, ഇവരൊക്കെയും മാറും. ഹല്ലേലൂയ, ആമീൻ, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ മഹത്വമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഹല്ലേലൂയ, നമ്മുടെ ദർശനം ആത്മാക്കളുടെ വിടുതലായിരിക്കട്ടെ ഈ 2025. ഹല്ലേലൂയ, ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി, കർത്താവേ, അങ്ങയുടെ ഇഷ്ടം എന്താ, അങ്ങയുടെ ഹിതം എന്താ, അപ്രകാരം എന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് ദൈവസനിൽ നമുക്ക് ഓരോരുത്തർക്കും, ഹല്ലേലൂയ, ആമീൻ, നമ്മൾക്ക് ദൈവസനിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ലോകത്തിലെ മനുഷ്യരിൽ നിന്ന് ഒരു മഹത്വവും മാനവും നാം പ്രതീക്ഷിക്കരുത്. ഹല്ലേലൂയ, ഒരു അപ്രീസിയേഷനും നാം പ്രതീക്ഷിക്കരുത്. ഹല്ലേലൂയ, ആമീൻ, നാം ക്രിസ്തുവിന്റെ ചൂടടയാളം വഹിപ്പാൻ, ആമീൻ, നാം വിളിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ, നമ്മൾക്കറിയാം മോശ, ഹല്ലേലൂയ, ആമീൻ, മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ, രാജപദവിയേക്കാൾ ക്രിസ്തുവിന്റെ, ഹല്ലേലൂയ, നിന്ന വലിയ ധനമെന്ന് എണ്ണിയതാ. ഹല്ലേലൂയ, ദൈവമക്കളെ, ആഴമായ ഒരു സമർപ്പണത്തിലേക്ക്, ഹല്ലേലൂയ, ആമീൻ, ദൈവസ്ഥൽ നമുക്ക് ഈ വർഷമാകാം. നമുക്കറിയാം, ആമീൻ, പലരും പ്രവചിച്ചു. ഹല്ലേലൂയ, അനേക കഷ്ടങ്ങൾ ഈ 25 ആമീൻ, ഇന്ത്യയില്, ആമീൻ, ഹല്ലേലൂയ, ലോക രാഷ്ട്രങ്ങൾ ഉണ്ടാകുമെന്ന്. ഹല്ലേലൂയ, ആമീൻ, അവിടെയൊക്കെയും നമ്മൾ, ഹല്ലേലൂയ, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ആമീൻ, ഉപവാസം, പ്രാർത്ഥനയൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൂട്ടേതാണ്ടായ ആവശ്യമുണ്ട്. ആമീൻ, യഥാർത്ഥ ദൈവമക്കൾ അനേക കഷ്ടതയിൽ കൂടി കടന്നു പോകണം. എൻ്റെ ജീവിതം നന്നായി അറിയുന്ന ഒരു ദൈവഭക്തനാ സാറ്. ഹല്ലേലൂയ, എൻ്റെ എല്ലാ മൂവ്മെന്റും എൻ്റെ കുടുംബവും നന്നായി അറിയുന്ന ഒരു ദൈവഭക്തനാ. ആമേൻ, ഞാൻ ദൈവമക്കളെ, ഞാൻ ഒന്ന് പറയട്ടെ, എൻ്റെ സഹോദരങ്ങളെ പോലെ സ്നേഹിച്ച് ഞാൻ പറയട്ടെ, അനേക പെന്തക്കോസ്റ്റിൽ, ഞാൻ ഈ പെന്തക്കോസ്റ്റ് ജീവിതത്തിൽ വന്ന് അനേക ചതികളിൽ, ഹല്ലേലൂയ, ഞാൻ അകപ്പെട്ടു. എല്ലാവരെയും കണ്ണടച്ച് ഞാൻ വിശ്വസിച്ചു. ഹല്ലേലൂയ, പല ദൈവദാസന്മാരും എൻ്റെ തലയിൽ കൈവച്ച് പറഞ്ഞിട്ടുണ്ട്, മകളെ, മിന്നുന്നതൊന്നും പൊന്നല്ല, ആമീൻ, വെളുത്തതൊന്നും പാലല്ലെന്ന്. ഹല്ലേലൂയ, എന്നാൽ ആരും എൻ്റെ കുടുംബത്തിൽ നിന്ന് പെന്തക്കോസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ, ഹല്ലേലൂയ, ദൈവമക്കളെ ഒരുപാട് വിശ്വസിച്ചു. അതേറ്റവും ചതിയും വഞ്ചനയുമായി തീർന്നു. എന്നാൽ ദൈവം അതിനൊക്കെയും അറുതി വരുത്തി. ഹല്ലേലൂയ, ജ്ഞാനത്തിന്റെ ആത്മാവിനെ, സുബോധത്തിന്റെ ആത്മാവിനെ തന്നു. ഹല്ലേലൂയ, യഥാർത്ഥമായി ദൈവത്തെ സേവിപ്പാൻ, സ്നേഹിപ്പാൻ, ആമീൻ, ഹല്ലേലൂയ, ആർക്ക് കഴിയും അവരോട് ചേർത്തിണക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ആമീൻ, ഹല്ലേലൂയ, സാറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ദൈവമക്കളെ, ഹല്ലേലൂയ, ജീവിക്കുന്ന ഒരു പൗലോസ് എന്ന് പറയുവാൻ, ആമീൻ, ഹല്ലേലൂയ, മുഖം ഞാൻ ഹല്ലേലൂയ വീഡിയോ ഓൺ ചെയ്തിട്ടില്ല, മുഖപ്രശംസയെന്ന് അത് പറയുവാൻ എനിക്ക് കഴിയുമോ
ചെയ്യുമോ എന്നറിയില്ല. അതല്ല ഹല്ലേലൂയ, അത് പാപമെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ജീവിക്കുന്ന ഒരു പൗലോസ് ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിന് ഒരുപാട് മാറ്റം, എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്തെല്ലാം മാറ്റണമോ ഉപേക്ഷിക്കണമോ, ആമേൻ, ഒരു അപ്പൻ മകളെ ഉപദേശിക്കുന്ന പോലെ ഒരു സഹോദരൻ സഹോദരിയെ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ലൈക്ക് ഉപദേശിക്കുന്നത് പോലെ ഹല്ലേലൂയ, ആമേൻ, ഒരു ദൈവദാസൻ ഉപദേശിക്കുന്ന പോലെ ആ ദൈവഭക്തൻ ഹല്ലേലൂയ എന്നെ ഉപദേശിക്കുകയും എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അനുദിനം വേണ്ടിയത് അന്നെന്നെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവഭക്തന ഹല്ലേലൂയ. ദൈവം സമൃദ്ധമായ ദൈവഭക്തനെയും കുടുംബത്തെയും മാനിക്കട്ടെ. കടന്നു പോകുന്ന എല്ലാ ഹല്ലേലൂയ, ആമേൻ, അവസ്ഥകളിൽ നിന്നും ദൈവത്തിന്റെ കരം കൂടെ ഇരുന്ന് സഹായിക്കട്ടെ. ഈ ഹല്ലേലൂയ സൂം മീറ്റിംഗിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ദൈവമക്കളെ, നമ്മളെ ദൈവം ഓരോരുത്തരെയും കർത്താവാക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ നല്ല മനസ്സോട് ദൈവ ഇഷ്ടം ചെയ്ത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസിയെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. യജമാന്റെ ശബ്ദം കേൾപ്പാൻ, അങ്ങനെ ഒരു നല്ല ശബ്ദം കേൾപ്പാൻ നമ്മുടെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. എനിക്ക് ഇത്രയും സമയം തന്ന ദൈവഭക്തനോടുള്ള ഹല്ലേലൂയ നന്ദി അറിയിക്കുന്നതിന്റെ സാക്ഷ്യം ഞാൻ ഒരു 1% പോലും പറഞ്ഞിട്ടില്ല. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഞാൻ പറയാം. ആമേൻ. ദൈവമക്കളെ, ആരും അധൈര്യപ്പെടരുത്. സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവം മാത്രമാണ് നമുക്കുള്ളത്. നമ്മുടെ നല്ല സ്നേഹിതൻ, നമ്മുടെ നല്ല സഹായകൻ. ആമേൻ. ഹല്ലേലൂയ. കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണ നമ്മുടെ അപ്പൻ മാത്രമാ, വേറെ ആരും ഈ ലോകത്തിലില്ല. അപ്പനെ മുറുകെ പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. മോന് ബ്രെയിൻ്റെ എന്തോ വിഷയത്തിൽ കർത്താവ് പിടിപ്പിച്ച വിധം ഒന്ന് ഷെയർ ചെയ്യുന്ന രോഗികളായിരിക്കും. സമയമുണ്ടോ സാറേ? സമയമുണ്ടോ? ഉണ്ട്, ടൈമുണ്ട്. എൻ്റെ കുഞ്ഞ് എനിക്ക് ഒറ്റ മോനാ ഉള്ളത്. 12ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം വന്നെന്നോട് പറഞ്ഞു തലവേദനയാന്ന് പറഞ്ഞ് തലവേദനയായിട്ട് കിടന്നു. അന്ന് സ്കൂളിൽ പോയി, അന്ന് ഞാൻ വണ്ടി മാറ്റി കൊടുത്ത സമയം പുള്ളി സ്കൂളിൽ പോയി തിരിച്ച് ഛർദിലായിട്ട് വീട്ടിൽ വന്ന്, ഞാൻ വീട്ടിലുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു ഭയങ്കര ഛർദില, ഞാൻ മരുന്നൊക്കെ കൊടുത്തിട്ട് ഒന്നും വേശുന്നില്ല, വെള്ളം കൊടുക്കുന്ന മൊത്തം ഛർദിച്ചു. എന്നിട്ട് പേടിച്ചാ എന്നോട് പറയാഞ്ഞത് പുള്ളി ഫുട്ബോൾ കളിക്കാൻ പോയായിരുന്നു. അങ്ങനെ കൂട്ടുകാരുടെ കൂടെ ഫുട്ബോൾ കളിച്ച് പുള്ളി തറയിൽ വീണു എന്നോട് പറഞ്ഞു. ആരോ പിള്ളേര് പിടിച്ച് ഫുട്ബോൾ കളിക്കുന്നതിന്റെ ഭാഗമായി ടാക്കിൾ ചെയ്ത് പുള്ളി തറയിൽ തലയിടിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും പറ്റിയില്ല. അത് 2 ദിവസത്തിന് മുമ്പുള്ള സംഭവമാണ്. അങ്ങനെ ഹെവിയായിട്ട് തലവേദനയായിട്ട് രാത്രി ഒരു 11 മണിയായപ്പോൾ ഒട്ടും പറ്റുന്നില്ല, ഭയങ്കര തലവേദന ഛർദിലുമായിട്ട് ഞാൻ പൈതലിനെയും കൊണ്ട് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു എമർജൻസിയിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടർ നോക്കി, എല്ലാം നോക്കി, ഛർദിലിനും എല്ലാം മരുന്ന് കൊടുത്തു, മയങ്ങാനുള്ള മരുന്ന് കൊടുത്തു. എന്നിട്ട് സീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറയുന്ന തല 8 സെൻറ്റിമീറ്റർ ബ്രെയിൻ ഷിഫ്റ്റ് ചെയ്തു, പ്ലസ് തല കംപ്ലീറ്റ്ലി ബ്ലീഡിങ് ആൻഡ് എയറും കൂടാണ് തല മൊത്തമായിട്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ട് അവർ എമർജൻസി സർജറി വേണം ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ഞാൻ നിൽക്കുന്ന ഹോസ്പിറ്റല് ന്യൂറോ സർജറിയുടെ ഭാഗമില്ല. അതുകൊണ്ട് അതിൻ്റെ മെയിൻ ഹോസ്പിറ്റൽ ഡൗൺ ടൗൺ ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിന് വിടുവാനായിട്ടിടയായി. ഹല്ലേലൂയ. രാത്രിയിൽ ഒരു 4:30 സമയമാണ് ഞങ്ങൾ അവിടുന്ന് കടന്നു പോകുന്നത്. ആ സമയമൊക്കെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവത്തോട് വളരെ വേദനയോടെ ദൈവത്തോട് കരയും. എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, ആരുമില്ല, എനിക്ക് ബന്ധക്കാരാരും ഹല്ലേലൂയ ഈ സ്റ്റേറ്റിലില്ല. ഹല്ലേലൂയ. അവൻ ചർച്ചിലുള്ളവർ മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ ചർച്ചിലാണ് ഞാൻ പോകുന്നത്. ആ ചർച്ചിൽ ഞാൻ വിളിച്ചു പറഞ്ഞു. അവരൊക്കെ 6 മണിയായപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആംബുലൻസിൽ ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് എന്നെ കൂടെ ആംബുലൻസിൽ കയറ്റുവാനിടയായി. ഞാൻ കുഞ്ഞിൻ്റെ കാലിൽ പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവേ, നീ എന്നെ സൗഖ്യമാക്കിയ കർത്താവാ, നീ എനിക്ക് പുതിയ അവയവം തന്ന കർത്താവാ. ഞാൻ എൻ്റെ അപ്പാ, ഞാൻ അത് തന്നെ എൻ്റെ അപ്പനോട് പറയാ, ഈ ലോക ഡോക്ടർമാരുടെ കത്തി കുഞ്ഞിൻ്റെ ബ്രെയിനിൽ വെക്കുവാൻ ഇടയാക്കല്ലേ കർത്താവേ. ആമേൻ. അങ്ങയുടെ കരം വെച്ച് കർത്താവെ സൗഖ്യമാക്കുവാൻ, എന്നെ വിടുവിച്ച കർത്താവിന് എൻ്റെ കുഞ്ഞിനെ വിടുവിപ്പാൻ കഴിയും കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പാനായിട്ട് നിലവിളിയാ. എന്ത് പറയണമെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഹോസ്പിറ്റൽ എമർജൻസിയിൽ ചെന്നു. ഹല്ലേലൂയ. എമർജൻസിയിൽ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ അവിടെ ന്യൂറോ സർജനും OR എല്ലാം റെഡിയായി, സർജറിക്ക് വേണ്ടി റെഡിയായിട്ടാണ് ഹല്ലേലൂയ കടന്നു പോകുന്നത്. ദൈവമക്കളെ, ഞങ്ങൾ 30 മിനിറ്റ് വ്യത്യാസമേ ഉള്ളൂ ഹല്ലേലൂയ കടന്നു പോകുന്ന വഴി. ഹല്ലേലൂയ. ആ 30 മിനിറ്റ്
ഞങ്ങൾ അവിടെ ചെല്ലുന്നതിന് മുമ്പ് ഹല്ലേലിയ ഒരു ഹല്ലേലിയ എമർജൻസി ട്രോമ വന്നിട്ട് എമർജൻസി സർജറിക്ക് വേണ്ടി ഹല്ലേലിയ ഡോക്ടർ ഹല്ലേലിയ കയറേണ്ടി വന്നു. ന്യൂറോ സർജൻ ഹല്ലേലിയ ഡോക്ടർ കീറ്റർ ഡാനിയൽ എന്നാണ് ഡോക്ടറിന്റെ പേര്. ആ ഡോക്ടറിന്റെ അങ്കിള് ഹല്ലേലിയ 3 ദിവസം മുമ്പ് എൻ്റെ പേഷ്യൻ്റ് ആയിരുന്നു. ആ ഡോക്ടറുമായിട്ട് നല്ലൊരു കൂട്ടുണ്ട്, അറിയാം. നല്ലൊരു കൂട്ടാ ഫ്ലോറിൽ വരുന്നതാ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് എമർജൻസിയിലെ സർജറിക്ക് വേണ്ടി പുള്ളി കയറി ഞങ്ങളെ എമർജൻസി കിടത്തിയിട്ട് ഹല്ലേലിയ കുഞ്ഞിന് മരുന്ന് കൊടുക്കുവാൻ തുടങ്ങി. ഹല്ലേലിയ ഛർദിലിനുള്ള മരുന്നും ഹല്ലേലിയ കൊടുക്കുവാൻ തുടങ്ങി. യൂറിൻ തന്നെ എഴുന്നേറ്റിരിക്കാൻ പറ്റത്തില്ല. യൂറിന് ഞാനാണ് യൂറിനിൽ പിടിച്ചു കൊടുക്കുന്ന ആ ഒരു അവസ്ഥയിലായി കുഞ്ഞ്. എന്തോ പറയുന്നേ, ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഡ്രൗസിയിലേക്കായി. ഹല്ലേലിയ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹല്ലേലിയ അപ്പൊ സർജറി ഞങ്ങളെ ഇച്ചിരൂടെ പോസ്റ്റ്പോൺ ചെയ്തു, മുന്നോട്ടാക്കി. അപ്പോഴത്തേക്ക് അസിസ്റ്റന്റും PAയും എല്ലാവരും വന്നു, അനസ്തേഷ്യയുടെ ആൾക്കാർ വന്നു, സൈൻ ഇടാനായിട്ട് വന്നു. ഹല്ലേലിയ ദൈവത്തോട് ഹല്ലേലിയ. എൻ്റെ ഒരു ദൈവദാസൻ, അന്ന് ചർച്ചിൽ പോകുന്ന ഒരു പ്രായമുള്ള ദൈവദാസൻ ഉണ്ടായിരുന്നു. എല്ലാവരും ഹല്ലേലിയ ആ എമർജൻസിയിൽ ആയിരങ്ങൾ കയറുന്ന എമർജൻസിയിൽ മുട്ടുകുത്തിയ ദൈവദാസൻ. എന്നിട്ട് ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ലോക ഡോക്ടർമാരുടെ കത്തിവെക്കലേ, ദൈവത്തിന്റെ കരം വെക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവമക്കളെ ഹല്ലേലിയ അസിസ്റ്റന്റ് വന്നു. ഹല്ലേലിയ സർജറിക്ക് നമ്മൾ സാധാരണ ഹല്ലേലിയ സർജറിക്ക് തിയേറ്ററിലെ സമയത്ത് നമ്മൾ 1 മണിക്ക് ആ സർജറി പറഞ്ഞെങ്കിൽ 12 മണിക്ക് സാധാരണ പ്രീ ഓപ്പിൽ കൊണ്ടുപോകും. ഹല്ലേലിയ അങ്ങനെ കൊണ്ടുപോകും. ഹല്ലേലിയ അനസ്തേഷ്യക്കെല്ലാം ഞാൻ സൈൻ ഇട്ട് കൊടുത്തു. ദൈവമക്കളെ ദൈവത്തിന്റെ കരമെന്ന് പറയട്ടെ. സർജറിക്ക് കൊണ്ടുപോകുന്നതിന് ഹല്ലേലിയ ഒരു 1.5 മണിക്കൂർ മുമ്പ് ഈ സർജൻ മറ്റേ സർജറി കഴിഞ്ഞിട്ട് എമർജൻസിയിൽ വന്നു. ഹല്ലേലിയ എമർജൻസിയിൽ വന്നു. എന്നെ കണ്ടിട്ട് എന്നോട് ചോദിച്ചു, ആഴിയോ ഓക്കെ എന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല, എനിക്കൊന്നും അറിയത്തില്ല. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ഭ്രാന്തിയെ പോലെ, തല ചീവിട്ടില്ല, ബ്രഷ് ചെയ്തിട്ടില്ല, അങ്ങനെ നിൽക്കുന്ന ഒരു രൂപത്തിൽ ഇത് ചെയ്തു. എല്ലാവരും അങ്ങനെ നിൽക്കുന്നു. എന്ന് ഡോക്ടർ കുഞ്ഞിനെ നോക്കിയിട്ട് പറഞ്ഞു, അവനെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു, ഞാൻ ഹല്ലേലിയ 2 ഓപ്ഷൻ നിങ്ങൾക്ക് തരാം. ഹല്ലേലിയ ഒന്ന്, റൈറ്റ് അവേ ഇവനെ സർജറിക്ക് കൊണ്ടുപോയിട്ട് ഇവനെ ക്രേനിയോട്ടമി ചെയ്യും. അവൻ്റെ ബ്രെയിൻ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി. ഇവൻ്റെ ബ്ലഡ് ബ്രെയിനകത്ത്, എന്നിട്ട് എയറുമാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവനെ ഇവാക്വേറ്റ് ചെയ്യണോ അത് പെട്ടെന്ന്. അല്ല, നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ തരാം, എന്നിട്ട് ട്രെയിൻ ഇട്ട് എമർജൻസി ICUയിൽ കിടക്കണം. അല്ല, രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ തരാം, എവറി 6 hours സ്റ്റീറോയിഡ് കൊടുക്കാം. നമുക്ക് ICUയിൽ കിടത്തി സ്റ്റീറോയിഡ് കൊടുത്തിട്ട് നമുക്ക് എവറി 6 hours CT എടുക്കാം. CT എടുത്തിട്ട് എങ്ങനെയുണ്ട്, ഇത് സ്റ്റഡി ആണോ സ്റ്റേബിൾ ആണോ എന്ന് നോക്കിയിട്ട് ഇത് ബെറ്റർ ആവുന്നു, സ്റ്റഡി ആവുന്നുവെങ്കിൽ നമുക്ക് സർജറി കൂടാതെ ഈ ട്രീറ്റ്മെന്റിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഏത് വേണമെന്ന് ചോദിച്ചു. ഹല്ലേലിയ ഹല്ലേലിയ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാ. എൻ്റെ കുഞ്ഞിനോട് ഞാൻ പതുക്കെ സംസാരിച്ചിട്ട് ചോദിച്ചപ്പോൾ അവൻ എന്നെ കൈകൊണ്ട് കാണിച്ചു രണ്ടാമത്തെന്ന്. അവനും കേട്ടു. ബാക്കിയുള്ളവരും എന്നോട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞു. സ്റ്റീറോയിഡ് എടുത്ത് ഹല്ലേലിയ ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന്. അങ്ങനെ അഡ്മിറ്റായി, ഹൈസിൽ അഡ്മിറ്റായി. ഹല്ലേലിയ അവൻ്റെ ഹല്ലേലിയ ബെഡിന്റെ ഹല്ലേലിയ ബെഡിന്റെ ഫുഡ് എൻഡിൽ ഞാൻ ഇരുന്ന് കാലിൽ കൈത്തോട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്ന്, വെള്ളം പോലും കുടിക്കാതെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലിയ കർത്താവേ, ഒരു വിടുതൽ തന്നേ മതിയാവൂ, ഒരു വിടുതൽ തന്നേ മതിയാവൂ. നിനക്ക് കഴിയുവപ്പാ, വേറെ ആർക്കും കഴിയുകയില്ല. ദൈവമക്കളെ 6 മണിക്കൂർ അങ്ങനെ കടന്നുപോയി. 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ CTക്ക് കൊണ്ടുപോയി. ആദ്യത്തെ CTക്ക് CT ഹല്ലേലിയ കഴിഞ്ഞിട്ട് ഡോക്ടറിന്റെ PA ഹല്ലേലിയ അനീറ്റ എന്ന് പറഞ്ഞു പുള്ളിക്കാരി, എൻ്റെ ഒരു ചെറിയൊരു ഫ്രണ്ടും കൂടാണ്. പുള്ളിക്കാരി എനിക്ക് ടെസ്റ്റ് ചെയ്തു. എടി, നോ മോർ ബ്ലീഡിങ്. ഹല്ലേലിയ സ്റ്റേബിൾ ആ കണ്ടീഷൻ എന്ന്. ഹല്ലേലിയ ദൈവത്തിന് മഹത്വം. അടുത്ത 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബ്ലീഡിങ് സ്റ്റോപ്പായി. ഒത്തിരി ബെറ്ററായി വരുന്നു എന്ന്. അടുത്ത CT ഹല്ലേലിയ സ്റ്റഡിയാണെന്ന്. സർജറി കൂടാതെ ICUയിൽ കിടന്നു. ഹല്ലേലിയ അത് കഴിഞ്ഞിട്ട് 21 ദിവസം കിടക്കണമെന്ന്, 21 ദിവസം ട്രീറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഹല്ലേലിയ ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിൽ തന്നെ ഞാൻ നോക്കിക്കോളാം, ന്യൂറോ ചെക്ക് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു പൈതലിനെ വീട്ടിൽ കൊണ്ടുവന്നു. ഹല്ലേലിയ ദൈവമക്കളെ ഹല്ലേലിയ 1 വർഷമാകുന്നതിന് മുമ്പ് ഏകദേശം 8 മാസം ആകുന്നതിന് മുമ്പ് ഇങ്ങനെ നമ്മളെ എവറി 6 months 3 months ഇങ്ങനെ CT MRI ഒക്കെ എടുത്തിരുന്നു. എന്നാൽ എല്ലാം 8 മാസം കഴിയുന്നതിന് മുമ്പ് ബ്രെയിൻ ബാക്ക് ടു നോർമലായി. 8 മില്ലിമീറ്റർ സെന്റിമീറ്ററിലെ മില്ലിമീറ്റർ ഷിഫ്റ്റ് ചെയ്ത് എല്ലാം ബാക്ക് ടു നോർമലായി. കംപ്ലീറ്റ്ലി എല്ലാം നോർമലായി. ഈ കുഞ്ഞ് 12ന്റെ എക്സാം എഴുതണ്ടിയാ. ഞാൻ എല്ലാം സ്കൂളിൽ പോയിട്ട് നോട്ട്സ് എല്ലാം
എല്ലാം വാങ്ങിച്ചു വന്ന് വായിച്ചു കൊടുക്കുമായിരുന്നു. എനിവേ നല്ല ഗ്രേഡോടെ കുഞ്ഞ് 12 പാസ്സാകാനും ഇന്ന് ഹല്ലേലൂയ മാസ്റ്റേഴ്സ് എല്ലാം കഴിഞ്ഞ് വിവാഹിതനായി ആമേൻ ഹല്ലേലൂയ ഭവനത്തിലായിരിക്കുന്നു, ഹല്ലേലൂയ ജോലിയിലായിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ ദൈവത്തിന് കഴിയാത്ത കാര്യമില്ല. സൗഖ്യമാക്കുന്ന കർത്താവാ നമ്മുടെ കർത്താവ്, സൗഖ്യമാക്കുന്ന കർത്താവാ നമ്മുടെ വചനം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സൗഖ്യമാക്കുന്ന കർത്താവ്, അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് വചനം പറഞ്ഞിട്ടുണ്ടോ? അത് നമുക്കുള്ളതാ. ഹല്ലേലൂയ വേറെ ആർക്കുള്ള? അത് നമ്മൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, സൗഖ്യം എൻ്റെ അവകാശമാ, എൻ്റെ പൈതലിൻ്റെ അവകാശം. ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല, ഒന്നുമില്ല. നമ്മളുടെ അതാ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. എത്രമാത്രം വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഒറ്റ കാര്യം കൂടെ 2 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം. തൊണ്ടയിൽ ഒരു മുഴ വന്നു. മുഴ വന്നിട്ട് പുള്ളിക്ക് തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ട്, ഇറക്കാൻ പറ്റത്തില്ല. പുള്ളിക്ക് ഒന്നും ഇറക്കാൻ പറ്റത്തില്ല. എന്നോട് പറഞ്ഞു ഒന്നും ഇറക്കാൻ. 2-3 ദിവസം കൊണ്ട് പുള്ളി ഒന്നും കഴിക്കുന്നില്ല, വെള്ളം കഷ്ടിയാണ് ഇറക്കുന്നേ. ഡോക്ടറിൻ്റെ അടുത്ത് എൻ്റെ ക്രനോളജിയെ കാണിച്ചു. എന്നിട്ട് കാണിച്ചവൻ പറഞ്ഞു അവർക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു. അവർക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞു, തൈറോയ്ഡ് ക്യാൻസർ ആണോ എന്ന്. എൻ്റെ ദൈവമക്കളെ, ഞാൻ കുഞ്ഞിനെയും കൊണ്ട് പോയി. ഞാനാ കൊണ്ടുപോകുന്ന എല്ലാത്തിനും ഞാനാ വരുന്നത്. കാരണം പെന്തക്കോസിൽ പോയതുകൊണ്ട് പിന്നെ ഒരു കാര്യത്തിനും വരുവോ എടുക്കോ സഹകരിക്കോ ചെയ്യത്തില്ല. എല്ലാം ഇവൻ്റെ കാര്യത്തിന് ഞാനാ പോകുന്നത്. ഞാൻ ഇവനെയും കൊണ്ട് പോയി. ഹല്ലേലൂയ വണ്ടിയിൽ നിന്ന് ഞാൻ പാർക്കിംഗ് ലോട്ടിൽ ഇറക്കിയിട്ട് ബൈബിൾ കയ്യിലെടുത്തു. ബാഗൊന്നുമില്ല, ബൈബിൾ കയ്യിലെടുത്തു. എൻ്റെ കുഞ്ഞ് ചോദിച്ചു, നാണമില്ലയോ ഈ ബൈബിൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാനെന്ന് ഡോക്ടേഴ്സ് ഓഫീസ്. ഞാൻ പറഞ്ഞു, മക്കളെ, എൻ്റെ ആയുധമായത്, എനിക്കൊരു നാണക്കേടുമില്ല, എൻ്റെ കയ്യിലിരിക്കട്ടെ, എൻ്റെ ആയുധമായത്. ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി. ഒരു ഫീമെയിൽ ഡോക്ടറാ, സർജറിക്കുള്ള ഇതിന് ബയോപ്സിക്കുള്ളതെല്ലാം സൈൻ ചെയ്ത് ഞാൻ കൊടുത്തു, പേപ്പർ സൈൻ ചെയ്തു. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, മുറിയിലിരുന്ന് അയേങ്ങലടിച്ച് പ്രാർത്ഥിക്കുക. ഈ ലേഡി ഡോക്ടർ തിരിച്ച് ഞാൻ ഇരുന്ന മുറിയിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. പറഞ്ഞു, നീ എന്തിനാ കരയുന്നേ? ഒരു മോനെ ഉള്ളല്ലേ, ഒരു ഇന്ത്യൻ ഡോക്ടറാണ്, നോർത്ത് ഇന്ത്യൻ ഡോക്ടറാ, നീ കരയുന്നേ? നീ അങ്ങനെ ഭാരപ്പെടരുത്, നീ അവനെ ഇതാക്കരുത്, പക്ഷെ എന്തോ ലൈക്ക് നിരാശപ്പെടുത്തരുത്. നമ്മൾ ബയോപ്സി എടുക്കുമ്പോൾ നമുക്കറിയാലോ. ഞാൻ ഒരു കാര്യം ചെയ്യാം, നിന്നെ കണ്ടിട്ട് എനിക്ക് ഒരു കാര്യം തോന്നുന്നു, ഞാൻ ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കട്ടെ, എന്നിട്ടേ ഞാനിത് പ്രൊസീജിയർ ചെയ്യുന്നുള്ളെന്ന്. പുള്ളിക്കാരി തന്നെ തൈറോയ്ഡ് സ്കാൻ ചെയ്യിപ്പിച്ചു. അൾട്രാസൗണ്ടും സ്കാനും ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് പറയാ, ഞാൻ ബയോപ്സി ചെയ്യുന്നില്ല, ആ മുഴയെന്ന് പറയുന്ന സാധനം അവിടെ കാണുന്നില്ല, ഒന്നും ചെയ്യേണ്ട, അവന് ഇഷ്ടമുള്ള ആഹാരം കൊടുത്തോ, ഒരു കുഴപ്പവുമില്ല, അവനിൽ ഒന്നും ഞാൻ കാണുന്നില്ലെന്ന്. ദൈവമക്കളെ, ആലോചിച്ച് നോക്കിയേ. ഞാൻ സൈനിട്ട് കൊടുത്തിട്ട് നമ്മുടെ കണ്ണുനീരിന് മറുപടി തരുന്ന ഒരു കർത്താവാ. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു, ഇന്നും 24/7 നമ്മുടെ അപ്പൻ അവൈലബിളാ നമുക്ക് വേണ്ടി. ആമീൻ. ഒരു സർജറി പോലും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ഓൺ ദ വേ തന്നെ ഫുഡ് വാങ്ങിച്ചു കൊടുത്തു, എല്ലാം കഴിച്ചു. ഇന്ന് വരെ ആ ഒരു കംപ്ലൈൻറ്റ് അവനുണ്ടായിട്ടില്ല. ഇന്ന് വരെ ഇത്രയും വയസ്സായിട്ട് ഇന്നിപ്പം 27 വയസ്സുണ്ട്, ഇതുവരെയും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടില്ല. അത് ഞാൻ പറഞ്ഞത്. എന്നാൽ ചില സമയം നമ്മുടെ ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചില സമയം നമ്മൾക്ക് സംശയങ്ങൾ വരും. ഇന്ന് ഞാൻ ഒത്തിരി ഭാരത്തിൽ, ഞാൻ ഒരാഴ്ചയായി ജോലിക്ക് പോയിട്ട് വളരെ ഭാരത്തിൽ, ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് കൂടാ. എന്നാൽ എനിക്കറിയാം, സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സൂസനെ, നിന്നെ ആരും തല്ലിക്കൊന്നാൽ പോലും ഞാൻ ചാവത്തില്ല. ആ ഒരു ബലത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ദൈവമക്കളെ, ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഓരോ സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നതും ധൈര്യപ്പെടുത്തുന്നതും ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മളെ കടത്തിവിടുന്നത് അതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവം നമ്മളെ കണ്ടതുകൊണ്ടാ. ആമീൻ. ഫലമുള്ള വൃക്ഷത്തിനെ ഏറുള്ളൂ, ചുമ്മാ കാണുന്ന വൃക്ഷത്തിനൊന്നും ആരും എറിയത്തില്ല. ദൈവം നമുക്ക് കഷ്ടത തരുന്നുണ്ടോ, നമ്മളെ നല്ല മാനപാത്രമായിട്ട് പുറത്തു കൊണ്ടുവരാനാ. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള 2 ടെസ്റ്റിമണി നമുക്ക് കേൾപ്പാൻ ഇടയായിത്തീർന്നല്ലോ. നമുക്ക് ഇത്രയും പ്രിയ ദാസന്മാരായി തീരേണ്ടതിന് ദൈവവിളിയുള്ളവരും കർത്താവിൻ്റെ വേലിയിൽ തൽപരരുമായവരാണല്ലോ ഈ സൂം മീറ്റിങ്ങിൽ മിക്ക ദിവസങ്ങളും അറ്റൻഡ് ചെയ്യുന്നത്. നമ്മുടെ പ്രിയ ട്രേസയുടെ ടെസ്റ്റിമണി എല്ലാവർക്കും ആത്മീയ ജീവൻ പകരുന്ന ഒരു ടെസ്റ്റിമണി ആയിരുന്നു. ഒപ്പം പ്രിയ സൂസന്റെ ടെസ്റ്റിമണി നമ്മൾ കേൾപ്പാനിടയായിത്തീരുന്നുള്ളൂ. നമ്മളെ എത്രമാത്രം തകരപ്പെടുമോ, എത്രമാത്രം അത് താഴ്ത്തപ്പെടുന്നോ, അത്രമാത്രം ഉയർത്തപ്പെടുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കും എന്നുള്ള കാര്യം കൂടെ നാം ദൈവസന്നിധിയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു മഹത്തായ യാഥാർത്ഥ്യമാണ്. തിയോളജിക്കൽ സെമിനാരിൽ
അത് ഗ്രേറ്റ് വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ ഗ്രാജുവേറ്റ് ചെയ്ത ഒരു പ്രിയപ്പെട്ടവളാണ് എന്നുള്ള കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ദൈവം ആദരിച്ചത് ടെന്നസിയിലെ എയർലങ്കർ സെലിബ്രേറ്റ് ഡെയ്സി അവാർഡ് വിന്നറായി ഏറ്റവും ബെസ്റ്റ് നേഴ്സ് എന്നുള്ള ഒരു പദവിക്കായി പ്രിയപ്പെട്ടവളെ തിരഞ്ഞെടുക്കുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. എത്രമാത്രം ഒരു ദൈവവിധൽ തകരപ്പെടുന്നുവോ തകർക്കപ്പെടുന്നുവോ അത്രമാത്രം ദൈവം മാനിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് നാം ഈ കാണുന്നതൊക്കെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന പുതിയ ആളുകൾക്ക് സുസന്റെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും ജീവിതാനുഭവവും നിങ്ങൾക്ക് ഏവർക്കും ഒരു വലിയ പ്രചോദനമായി തീരട്ടെ എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. ഇനി ഒരിക്കലും ഒരു എയർക്രാഫ്റ്റിൽ കയറാനോ ദൂരയാത്രകൾ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയതാണ്. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് മകനും കുടുംബവും പ്രിയപ്പെട്ടവർക്കും നാട്ടിൽ കടന്നു വരുവാനിടയാണ്. എന്നാൽ ദൈവകരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച്, കർത്താവെ, ആ ഫ്ലൈറ്റിൽ കയറുന്ന സമയം മുതൽ നാട്ടിൽ വന്ന് മടങ്ങി പോകുന്നിടം വരെയും യാതൊരുവിധ ക്ലേശം യാതൊരുവിധ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാകുവാൻ ഇടവരരുത്. എൻ്റെ സഹോദരങ്ങളെ, സുസനെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ അവിടെ നിന്ന് യാത്ര ചെയ്തിട്ട് നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോയത്? ഒന്നുമില്ല. നാട്ടിൽ ഒരു പ്രാവശ്യം പോലും ഒരു ബുദ്ധിമുട്ട് വന്നില്ല. ഹൃദയത്തിന് ചേഞ്ചസ് ഒന്നും വന്നില്ല. സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവം യാത്രയിലെല്ലാം ദൈവം കൂടെ ഇരുന്നു. ഇപ്പോഴത്തെ ശരീരത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മുടെ വേദവിദ്യാർത്ഥികളെല്ലാം കണ്ടിന്യൂലി പ്രാർത്ഥിക്കും. എനിക്ക് ഇപ്പോഴുള്ളത് AFib SVT സൂപ്രാവെൻട്രിക്കൽ ടാക്കിക്കാർഡിയ ആയിരുന്നു. അതെനിക്ക് കാർഡിയാക് അബ്ലേഷൻ ചെയ്തു, കാർഡിയാക് കാത്ത് ചെയ്ത്, സ്റ്റെൻഡ് ഉണ്ട്, പ്ലസ് AFib എന്ന് പറഞ്ഞ് ഏട്രിയൽ ഫിബ്രിലേഷൻ, RVR, A ഫ്ലട്ടർ, ഈ പന്ന ബാഡ് റിതം, ഹാർട്ടിൻ്റെ റിതം. അതിനവരെനിക്ക് അടുത്ത ഒരു അബ്ലേഷൻ ചെയ്ത, കാരണം എല്ലാവർക്കും അറിയാമല്ലോ, ലൈക്ക് EP സ്പെഷ്യലിസ്റ്റ് കണ്ടത് ചെയ്ത് ബേൺ ചെയ്ത് കളഞ്ഞതാണ് അബ്നോർമൽ റിതം. വീണ്ടും എനിക്ക് 2 വർഷം കഴിഞ്ഞപ്പോൾ ആ റിതം തന്നെ വരിക. ഇതിപ്പോൾ ഞാൻ ഒത്തിരി ഈ MCOT എന്ന് പറഞ്ഞ മോണിറ്റർ എവരി 1 month ഒക്കെ ഇട്ട് ചെയ്ത, ഇപ്പോൾ ഒത്തിരി ഹാർട്ടിൻ്റെ മെഡിക്കേഷൻ എടുക്കുന്നുണ്ട് AFibനും. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സ്ട്രോക്ക് വന്നു 2.5 വർഷം മുമ്പ്. ബാഡ് ഒരു സ്ട്രോക്ക് വന്നു. എന്നാൽ ദൈവം എങ്ങും പാരലൈസ്ഡ് ആകാതെ ചെറിയ വീക്ക്നെസ്സിൽ എന്നെ വിട്ട് സമയത്ത് തിരിച്ചറിഞ്ഞതുകൊണ്ട് സമയത്ത് പോകാനും മരുന്നെടുക്കാനും ദൈവം താങ്ങി. മരുന്നല്ല, കർത്താവ് താങ്ങി എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴും അതിൻ്റെ മെഡിസിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ AFib ആണ് ബാഡ് റിതം. അതിൻ്റെ കൂടെ A ഫ്ലട്ടറും PVC പ്രീമച്വർ വെൻട്രിക്കിൾ ടാക്കിക്കാർഡ് ബാഡ് റിതമാണ്. എപ്പോഴാണ് എന്തോ വരുന്നതെന്ന് അറിയത്തില്ല, ഫെയിൻറ്റ് ചെയ്യും നമ്മൾ. അതിൻ്റെ മെഡിക്കേഷൻ എടുക്കുന്നത്. അതിനു വേണ്ടി പ്രൊസീജിയറിന് വേണ്ടി ഇപ്പം കഴിഞ്ഞ ദിവസം വയ്യാതെ വന്നു. അങ്ങനെ പോയപ്പം ലൂപ്പ് റെക്കോർഡർ എന്ന് പറഞ്ഞ സാധനം ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം അപ്പോൾ റിതം അവർക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അങ്ങനൊരു കാര്യത്തിലായിരിക്കുന്നത്. എനിക്ക് റിയലായിട്ട് എന്തോ അവർ ചെയ്യുന്നേ, അടുത്ത അബലേഷൻ ചെയ്യുമോ ഇത് ചെയ്യുന്നില്ല. പക്ഷേ ദൈവകരങ്ങൾ ഏൽപ്പിക്കുക. ഇതെന്തോ ഇത് കടത്തി വിട്ടാലും ഈ ദൈവം എനിക്ക് വേണ്ടി ഒരു സമയം വെച്ചിട്ടുണ്ട്. അത് ആ സമയമാകാതെ ദൈവം എന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് ചെയ്തു തീർക്കാതെ ദൈവം എന്നെ എടുക്കത്തില്ല. എങ്ങനെ ഇതുവഴി കടന്നു പോയാലും ഒന്നും സംഭവിക്കത്തില്ലെന്ന് എനിക്കൊരു തീരുമാനമുണ്ട്, ഉറപ്പുണ്ട്. ദൈവത്തിൽ ഞാനത് വിശ്വസിക്കുന്നു. സൗരങ്ങളെ, പുതിയ വാൽവുകളും അതെ ഓവറിയും യൂട്രസും ഒക്കെ ഫിറ്റ് ചെയ്ത കർത്താവിന് ഒന്നും അസാധ്യമായിട്ടില്ലല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മരണത്താഴ്വര ധാരാളം ഫേസ് ചെയ്തു. പക്ഷേ ഞാൻ പറയാറുണ്ട്, സുസനെ തല്ലിക്കൊന്നാലും ചാകുകയില്ല. കാര്യം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിയാകാതെ ഏത് കുത്തൊഴുക്ക് വന്നാലും തിരയുടെ മീതെ നമ്മളെ നിർത്തുന്ന ഒരു ദൈവം, തീയുടെ നടുവിൽ നിർത്തുന്ന ദൈവം. സിംഹങ്ങളുടെ മുമ്പിൽ വീണാലും അതിന്റെ വാ തുറക്കണമെങ്കിൽ ദൈവം അനുവദിക്കണം. തീയുടെ നടുവിൽ വീണാലും അത് കത്തിക്കണമെങ്കിൽ ദൈവം അനുവദിക്കണം. ഫറവോനും സൈന്യവും വന്നാലും അത് അടുത്തെത്തണമെങ്കിൽ ദൈവം അനുവദിക്കണം. നാളെ ഈ നേരത്ത് നിന്റെ പ്രാണനെ വെച്ചേക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചവന്റെ നടുവിൽ അവൻ അടുത്തു വന്നെങ്കിലേ പ്രാണൻ പോകത്തുള്ളൂ, പോകത്തുള്ളൂ.
അവിടെ സഹോദരങ്ങളെ, ആമേൻ. മരണം കൊതിച്ചവർക്കൊക്കെ ഹല്ലേലൂയ. ജീവിപ്പിക്കുന്ന അട നൽകി ബഹുദൂരം ഓടിച്ച ദൈവം. Glory Jesus. Hallelujah. എല്ലാവരും Amen. ചേർന്ന് അല്പനേരം പ്രാർത്ഥിച്ചാട്ടെ. വാത്സല്യ, സന്തോഷ്, മാത്യു ആത്മാവിന്റെ നിയോഗത്തോട് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. Hallelujah. അത് കഴിഞ്ഞ് കൃപയപാർ എൽസ സ്തോത്രം പ്രാർത്ഥിക്കണം. സ്തോത്രം. റമശഖദുനിയാറകസ്. ഇവരവശവരവധുനഗരഗതുലിവരഗസ്യ. സന്തോഷ് പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. സ്തോത്രം. ഞങ്ങൾക്ക് അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ കേൾക്കുവാനും അനുഭവങ്ങൾ കേൾക്കുവാനും കർത്താവ് അവസരം തന്നു. അവരുടെ ജീവിതത്തിൽ കർത്താവ് അക്ഷരീയമായിട്ട് ഇറങ്ങി നിന്ന് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതും ഓരോ ദിവസം നടത്തുന്നതും എല്ലാം കേൾക്കുവാനും ഞങ്ങൾക്ക് അത് അനുഭവമായിട്ട് തീരുവാനും ഞങ്ങളുടെ ജീവിതത്തിന് അതൊരു പ്രത്യാശ തരുന്നതും യേശുവിനെ മുറുകെ പിടിക്കുമ്പോൾ യേശു ഇറങ്ങി വന്ന് അനുഭവമാക്കി വരുന്ന സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുവാനും സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവർ കടന്നുപോയ പ്രയാസങ്ങളുടെ നടുവിൽ മൂന്നാമതായി ഇറങ്ങി വന്ന് ദാനിയേലിന്റെ ഇടയിൽ നാലാമതായി ഇറങ്ങി വന്ന് നിന്നതുപോലെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നതും എല്ലാം കേൾക്കുവാനായിട്ട് ഇടയായി. കർത്താവേ സ്തോത്രം. ഇത് കർത്താവെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതും ഇത് കഴിഞ്ഞ് റെക്കോർഡിങ് കഴിഞ്ഞ് പിന്നെ വേണ്ടി കേൾക്കുന്നവർക്കും എല്ലാം ഒരു വലിയ ഇൻസ്പിറേഷനായിട്ട് തീരുവാനും അവരുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാനും യേശു ക്രിസ്തു അല്ലാതെ വേറെ ആരുമില്ല രക്ഷകനെന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞ വിഷയങ്ങളെല്ലാം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആന്റിയുടെ ആവശ്യങ്ങൾക്ക് മേലെല്ലാം തൊടണം. അവിടെ രക്ഷയുടെ അനുഭവം ആ ഫാമിലിയിൽ കണ്ടെത്തണം. അവരുടെ പ്രയാസങ്ങൾ മാറ്റണം, ബുദ്ധിമുട്ടുകൾ മാറ്റണം. അതിനെല്ലാം കർത്താവിൻ്റെ രക്ഷയിലേക്ക് കടന്നു വരണം. അതിനെല്ലാം വഴികളെ ഒരുക്കണം. അതിനായിട്ട് കർത്താവ് തീരുമാനിച്ച സമയത്ത് അത് നടത്തി തരുമെന്ന് പ്രതീക്ഷ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ സിസ്റ്ററിൻ്റെയും പ്രാർത്ഥനാ വിഷയങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നു. നടത്തിയ അത്ഭുത വഴികൾക്കായിട്ട് സ്തോത്രം. അത്ഭുത വഴികൾക്കായിട്ട് സ്തോത്രം. അവന് കൊടുത്ത അത്ഭുത വിടുതലിനായിട്ട് സ്തോത്രം. കൊടുത്ത പല അത്ഭുത കാര്യങ്ങളും കേട്ടല്ലോ, അതിനൊക്കെ ആയിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇനിയുള്ള കാര്യങ്ങൾ ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞതെല്ലാം കേട്ടു. അതിന് വേണ്ടുന്നതായിട്ടുള്ള നീക്കുപോക്കിനെ കൊടുത്ത് കർത്താവ് നടത്തുമെന്നറിയുന്നു. വീണ്ടും കർത്താവ് ഞങ്ങൾ ഒരിക്കൽ കൂടെ കൂടുമ്പോൾ ഒരിക്കൽ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റണം. ഹാർട്ടിന്റെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയെന്നും കർത്താവ് അത്ഭുതകരമായ ഡ്രസ്സിന് മാറ്റി കൊടുത്തതുപോലെയുള്ള ഒരു വിടുതൽ കൊടുത്തുവെന്നും ആരോഗ്യത്തോടെ നടന്നുവെന്നും കർത്താവ് കേൾക്കുവാനായിട്ട് സഹായിക്കണമേ. കർത്താവ് നടത്തിയ വഴികൾക്കായിട്ട് സ്തോത്രം. ഇന്ന് പല പുതിയ വിദ്യാർത്ഥികൾ ഇതിൻ്റെ അത് ചേർന്നിട്ടുണ്ട്. പഴയ വിദ്യാർത്ഥികളുണ്ട്. എന്നാൽ എല്ലാവർക്കും ഒരുപോലെ കർത്താവ് മന്ന അന്നവൻ്റെ പുതിയ മന്ന തരുന്നവൻ ഇന്ന് ഞങ്ങളുടെ ഇടയിലുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. അവൻ കർത്താവ് പുതിയ മന്ന ഞങ്ങൾക്ക് തന്ന് ഇന്ന് ഞങ്ങളെ ബലപ്പെടുത്തുന്ന ദിവസമാകിയാൽ സ്തോത്രം. ശക്തിപ്പെടുത്തുന്ന ഞങ്ങളുടെ കൂടെയുള്ളവൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥനകൾ കേട്ട് ഉത്തരം തരുന്നവൻ ഞങ്ങളുടെ ഇടയിൽ ഉള്ളതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ കർത്താവെ വെറുതെ വന്ന് ഈ മീറ്റിംഗിൽ കയറിയതല്ല എന്നറിയുന്നു. ഈ അറിഞ്ഞ പദ്ധതി പ്രകാരം ബോഷ്കിലെങ്ങും പെട്ടുപോകാതെ കർത്താവിന്റെ വഴികളിലേക്ക് സത്യമായിട്ട് കടന്നു വരുവാനായിട്ട് വിളിച്ച് വേർതിരിച്ചതാണ് ഞങ്ങൾ പൂർണ്ണമായിട്ടും അറിയുന്ന ഈ ദിവസങ്ങളിൽ. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നീ കർത്താവെ സ്തോത്രം ചെയ്ത നന്മകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അതുപോലെ വിഷയങ്ങൾ പലതും പറയുവാനുള്ളതെല്ലാം പറഞ്ഞതെല്ലാം ഞങ്ങൾ കേട്ടു. ഇന്നലെയും ഞാൻ നോക്കിയായിട്ട് കേട്ട വിഷയങ്ങളെല്ലാത്തിനും മേലും കർത്താവിന്റെ കരം കൂടെയിരിക്കണം. വേണ്ടുന്ന നീക്കുപോക്കിനെ കൊടുക്കണം. സഹായിക്കണം. കർത്താവിന്റെ കൃപ കൂടെയിരിക്കണം. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന മക്കൾക്ക് കർത്താവെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഏറെ കൊടുക്കുവാൻ ഈ ദിവസങ്ങളിൽ സഹായിക്കണം. അത് അനുഭവമായിട്ട് വന്നിരുന്ന സാക്ഷ്യം പറയുവാനായിട്ട് കൃപ കൊടുക്കണം. ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഷാജി പാസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ കൊടുത്തിരിക്കുന്ന ദിവ്യ വെളിച്ചവും വെളിപാടിനൊക്കെ ആയിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തോത്രം. കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലും ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ ജീവപ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ. കാണുന്ന ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ വെളിപാടിനെ കാണിക്കണമേ. കർത്താവെ വചനത്തിൽ പറയുന്നത് പോലെ കർത്താവെ അനുഭവമായിട്ട് എഴുന്നേറ്റ് നിന്ന് കർത്താവിന്റെ സാക്ഷിയായിട്ട് ലോകമെമ്പാടും ഓടുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കുന്ന ഈ പ്ലാറ്റ്ഫോമിനായിട്ട് കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വെറുതെ ഇരുന്ന് കർത്താവെ വചനം കേട്ട് വെറുതെ പോകാതെ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കർത്താവിന് പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ലോകമെമ്പാടും വചനമായിട്ട് ഓടിപ്പോയി കർത്താവെ ആത്മാക്കളെ നേടത്തക്കോണം ഞങ്ങളുടെ ഭവനത്തിൽ ആദ്യം നേടുവാനും മറ്റുള്ള കർത്താവെ ഞങ്ങളുടെ സ്ഥലത്തും മറ്റുള്ള ദേശങ്ങളിലെല്ലാം ആത്മാക്കളെ നേടത്തക്കോണം ഞങ്ങളെ ഒരുക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നും ചെത്തി മിനുക്കേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ, ഒരു മാനസാന്തരത്തിന്റെ ഭാഗങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ചെത്തി മിനുക്കുന്നതായിട്ട് കർത്താവെ ഈ ദിവസങ്ങളിലെ വചനങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അറിയുന്നു കർത്താവെ സ്തോത്രം. എല്ലാം ഒന്നും ഞാൻ അറിയുന്നില്ല, എന്നാൽ അറിയുന്നവനായ കർത്താവ് കൂടെയുള്ളതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ ബലപ്പെടുത്തുന്ന ഈ ദിവസത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളൊക്കെ പല സ്ഥലങ്ങളിലായിരിക്കുന്നു, ജോലിയിലായിരിക്കുന്നവരുണ്ട്, ഭവനത്തിലായിരിക്കുന്നവരുണ്ട്, വണ്ടി ഓടിക്കുന്നവരുണ്ട്, പല സാഹചര്യത്തിലായിരിക്കുന്നവരുണ്ട്. എന്നാൽ അവർക്കെല്ലാം ഒരുമിച്ചിരുന്ന് കർത്താവിന്റെ വചനം കേൾക്കുവാൻ ഒരുക്കി കൊടുത്ത ഈ സാഹചര്യത്തിനായിട്ട് സ്തോത്രം. എല്ലാ അതിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്ന അപ്പാ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച സഹായ നല്ല അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾക്കായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്ന അപ്പാ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. സാക്ഷ്യം പറയുവാൻ, വചനം പങ്കുവയ്ക്കുവാൻ അപ്പാ, അങ്ങയുടെ ദാസിമാരെ സ്വർഗം ബലപ്പെടുത്തിയതോർത്ത് നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്ന അപ്പാ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പ്രിയ ട്രീസാൻഡിക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അപ്പാ, ഒറ്റയ്ക്ക് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് കർത്താവേ, ഞാൻ കടന്നു പോയ അനുഭവങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്യുവാൻ സ്വർഗം കൃപ കൊടുത്തല്ലോ കർത്താവേ. അപ്പാ, പ്രിയാദാസിയുടെ എല്ലാ ആവശ്യങ്ങളിലും എന്റെ കർത്താവിന്റെ കരം കൂടെ ഇരിക്കുമാറാകണമേ കർത്താവേ. അപ്പൊ മിസ്രൈമിൽ ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ പ്രിയപ്പെട്ടവരെല്ലാം സ്വർഗം വിളിച്ചു വേർതിരിക്കുമാറാകണമേ കർത്താവേ. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന ജോഷുവ പറഞ്ഞതുപോലെ പറയുവാൻ സ്വർഗം കൃപ കൊടുക്കുമാറാകണമേ കർത്താവേ. പ്രിയാങ്കിളിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ ശൗലിനെ പൗലോസാക്കി മാറ്റിയ ദൈവശക്തി ആ ഭവനത്തിനകത്ത് ദിവസങ്ങളിൽ വ്യാപരിക്കുമാറാകണമേ കർത്താവേ. അടുത്ത മാസം ആന്റി നാട്ടിൽ കടന്നു ചെല്ലുമ്പോൾ പുതിയൊരു വ്യക്തിയായ അദ്ദേഹത്തെ കാണുവാൻ സ്വർഗം ഇടയാക്കുമാറാകണമേ. അപ്പൊ അവിടുന്ന് വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുകയാൽ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യം കേൾക്കുവാൻ സ്വർഗം ഞങ്ങളെ പിന്നെയും ഒരുക്കുമാറാകണമേ. അപ്പാ, കുടുംബങ്ങളെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഹൃദയങ്ങളോട് സംസാരിക്കുമാറാകണമേ. അപ്പാ, അതാള് പിൻപറ്റിയ ദൈവ സത്യദൈവം എന്ന് തിരിച്ചറിയുവാൻ സ്വർഗം അവരുടെ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കുമാറാകണമേ കർത്താവേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരോട് സംസാരിക്കുമാറാകണമേ. അപ്പാ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. പ്രിയമാതാവ് കാനഡയുടെ ദേശം വിട്ട് കടന്നു പോകുന്നതിന് മുമ്പായി ആ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർ പ്രിയമാതാവിന്റെ ദൈവം സത്യദൈവം എന്ന് തിരിച്ചറിയുവാൻ സ്വർഗം മുഖാന്തരം ഒരുക്കുമാറാകണമേ. മകനെ കുടുംബങ്ങൾ ദൈവത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അവരോട് സംസാരിക്കുമാറാകണമേ കർത്താവേ. പിതാവിന്റെ മാനസാന്തര തലമുറകളുടെ മാനസാന്തരത്തിന് കാരണമാക്കി സ്വർഗം ഈ ദിവസങ്ങളിൽ തീർക്കുമാറാക്കണമേ കർത്താവേ. കുടുംബത്തെ സ്വർഗം അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. അപ്പൊ അവരുടെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വച്ചിരിക്കുന്ന ഒരു ദൈവത്തെ അറിയുന്നു കർത്താവേ. ആ കണ്ണുനീരിനെ ആവുന്ന പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾ അറിയുന്നപ്പാ. അങ്ങയുടെ കരം പ്രിയമകൾക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. സ്തോത്രം കർത്താവേ. ഇസ്രായേലിന്റെ ദൈവം മുൻപട പിൻപടയായി പ്രിയമകളോട് കൂടെ ഇരിക്കുമാറാകണമേ. അപ്പാ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. സിസ്റ്ററായി പ്രാർത്ഥിക്കുന്ന സാക്ഷ്യത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കഴിഞ്ഞ നാളുകളിൽ അത്ഭുതകരമായി അതിശയകരമായി സർവശക്തനായ ദൈവം നടത്തിയ വഴികൾ ഞങ്ങൾ കേട്ടല്ലോ കർത്താവേ. പിന്നെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ശാരീരികമായ പ്രയാസങ്ങളോട് പ്രിയദാസി പറയുവാനിടയായല്ലോ കർത്താവേ. എന്റെ ശക്തി ബലഹീനതകളിൽ ദൈവ സാന്നിധ്യം പ്രിയദാസിയുടെ മേൽ വ്യാപരിക്കുമാറാകട്ടപ്പോ. കൃപയിൽ നടക്കുമാറാകണമേ. കുടുംബം അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. ദൈവദാസിയായിരിക്കുന്ന ആ ശക്തിയുടെ ദേശത്ത് കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ശോഭിക്കുവാൻ പിന്നെ കാര്യങ്ങൾ ഉപയോഗിക്കണമേ. അഭിഷേകത്തിന് ശക്തിയാൽ പിന്നെ നിറയ്ക്കുമാറാകണമേ. അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ സ്വർഗം അവിടെ നൽകുമാറാകണമേ കർത്താവേ. വരും നാളുകളിൽ ഒരു ഉണർവിന്റെ പ്രവൃത്തി അവിടെ കാണുവാൻ ആ ദേശത്തിന്റെ ഉണർവിന് അവിടുത്തെ ദാസിയ ഒരു ഉപയോഗിക്കുമാറാകണമേ കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. വലിയൊരു ദൈവ പ്രവൃത്തി ആ ദേശത്ത് നിന്ന് കേൾക്കുവാൻ സ്വർഗം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാക്കുമാറാകണേ. അപ്പാ, കുടുംബമായ പ്രിയദാസി സ്വർഗം അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. കർത്താവിന്റെ അഭിഷിക്ത ഷാജിബാസനായ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നപ്പാ. അഭിഷിക്തനെ ശക്തമായ അവിടുത്തെ കാര്യങ്ങൾ എടുത്ത് ഉപയോഗിക്കണമേ. കൃപയാൽ നിറയ്ക്കണമേ. എല്ലാ ആവശ്യങ്ങളിലും മതിയായവനായ സ്വർഗം കൂടെ ഇരിക്കുമാറാകണമേ. അപ്പാ, രാത്രികാലം തലവടക്കിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും വ്യക്തികളായ കുടുംബങ്ങളായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. രാത്രി ഞങ്ങൾ കേട്ട സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉറപ്പായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ എന്റെ കർത്താവിടയാക്കുമാറാകണമേ കർത്താവേ. അവർ പിൻപറ്റിയ ദൈവം ഞങ്ങളുടെ ദൈവമാകിയാൽ ആ ദൈവത്തിൽ ആഴമായി ആശ്രയിച്ച് മുന്നേറുവാൻ സ്വർഗം ഞങ്ങൾക്ക് കൃപ പകരുമാറാകണമേ കർത്താവേ. ആത്മശക്തിയായി നിറയ്ക്കണമേ. ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനം
രൂപാന്തരപ്പെടുവാൻ അങ്ങയുടെ യാക്കുമാറാകണമേ കർത്താവ്. എല്ലാ അവിടുത്തെ പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുന്നതാ. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ, പിന്നെ അങ്ങ് അനുഗ്രഹിക്കുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. അവിടുത്തെ പൊന്നുകരങ്ങളിൽ സകലം സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആ ജീവിത രക്ഷകന്റെ നാമത്തിൽ കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ.